ഈ സെഷൻ്റെ രണ്ടാമത്തെ ഭാഗം എടുക്കുന്നത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. മലയാള പത്രപ്രവർത്തനവും ക്രൈസ്തവ മിഷനറിമാരും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധം. തൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി പ്രസംഗത്തിനായി ഡോക്ടർ വള്ളിക്കാവിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാനായ ചെയർമാൻ, സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ ആലോചനാമൃതമായ ഒരു ഗംഭീരമായ പ്രസൻറ്റേഷനാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം വീണ്ടും എന്തെങ്കിലും വിളമ്പുന്നത് ഒട്ടും രുചികരമാവുകയില്ല എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ ഉത്തരവാദിത്വം നിക്ഷിപ്തമായതിനാൽ വർത്തമാനം പറയാതിരിക്കാൻ നിർവാഹവുമില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്ന എല്ലാ സെഷനുകളുടെയും അടിത്തറയാണ് അദ്ദേഹം ഇവിടെ പാകിയിട്ട് പോയത്. ഉറച്ച അടിത്തറയാണ് അദ്ദേഹം ഇവിടെ പാകിയിരിക്കുന്നത്. ആ അടിത്തറയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ പത്രങ്ങൾ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക മാത്രമല്ല, ജനങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും മതത്തിനും അപ്പുറമുള്ള സമഷ്ടി ബോധത്തിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് പത്രങ്ങൾ നിർവഹിക്കുന്നത്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നത് പത്രങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും മുഴുവൻ ജീവജാലങ്ങളെയും തുല്യമായി കാണാനുള്ള ഒരു വിശാല വീക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നതും പത്രങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വളരെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന ഒന്നാണ് മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നതിനെ പറയുന്നത്. ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും പരാജയപ്പെടുന്നിടത്ത് നാലാമത്തെ എസ്റ്റേറ്റായ മാധ്യമങ്ങളാണ് വിജയിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ഭാരതത്തിൻ്റെ വർത്തമാനകാല അവസ്ഥയിൽ നിരവധി പുഴുക്കുത്തുകൾ ആ രംഗത്തും സംഭവിച്ചിട്ടുണ്ട് എന്ന് ബഹുമാന്യനായ ഡോക്ടറുടെ പ്രഭാഷണത്തിലൂടെ നമുക്ക് ബോധ്യമായി. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കല്ലാതെ ബോധ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയട്ടെ. ഈ സെമിനാറുകളിലെ പേപ്പറുകൾ തലക്കെട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം പൊളിറ്റിക്കലാണ് എന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. പൊളിറ്റിക്സ് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. ഇത് പൊളിറ്റിക്കൽ തന്നെയാണ്, രാഷ്ട്രീയമായ ഒരു ഇടപെടലാണ് ഈ സെമിനാർ എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയം രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്, ഭരണവുമായി ബന്ധപ്പെട്ടതാണ്, അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ തന്നെ അധികാരവുമായി നേർബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊളിറ്റിക്കലാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തിലേക്ക് കടക്കുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ അച്ചടിയുടെ കാര്യമൊന്നും ഇനി പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രിൻറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് എനിക്ക് കടക്കാൻ വളരെ എളുപ്പമായി. എൻ്റെ ആമുഖമെല്ലാം അദ്ദേഹം വളരെ ആധികാരികമായി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്ത്യയിൽ പത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഞാൻ വീണ്ടും ഞാൻ കേരളത്തിലേക്ക് എത്തുന്നു. മറ്റ് പേപ്പേഴ്സൊക്കെ വായിച്ചപ്പോൾ ഇന്ത്യയിലെ മൊത്തത്തിൽ പറയേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. കേരളത്തിലേക്ക് വന്നാൽ, മലയാളത്തിലേക്ക് വന്നാൽ കേരള മോഡൽ എന്നൊന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് എവിടെ പോയാലും, ഇപ്പോൾ യൂറോപ്പിലൊക്കെ എവിടെ പോയാലും പെട്ടെന്ന് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ പറയും കേരള മോഡലിനെ കുറിച്ച് പറയും. കേരള മോഡലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ടും വന്നു നിൽക്കുന്നു. കേരള മോഡൽ എന്ന തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ഒരു വിശാലമായ കേരളത്തിൻ്റെ വീക്ഷണത്തിലൂടെയാണ്. ഈ വിശാല വീക്ഷണം എങ്ങനെയാണ് കേരളത്തിന് ഉണ്ടായത് എന്നതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് തിരിച്ചു നോക്കിയാൽ, കേരളം മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ വേർതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കേരളം മൂന്നായിട്ട് നമ്മൾ തിരിച്ചാൽ ബാസൽ മിഷൻ വടക്കൻ പ്രദേശങ്ങളിലും, സെൻട്രൽ കേരളയിൽ CMS ചേർച്ച് മിഷൻ സൊസൈറ്റിയും, തെക്കൻ കേരളം പറയുമ്പോൾ നമുക്ക് ലണ്ടൻ മിഷൻ LMS ഇങ്ങനെ നമുക്ക് വേർതിരിച്ചാൽ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കേരളത്തെ പഠിക്കുന്നതാണ് നമുക്ക് ശരിയാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചരിത്ര പഠനം ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു.
നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ചരിത്ര പഠനം മാറ്റേണ്ടിയിരിക്കുന്നു. രാജാക്കന്മാരുടെ നല്ല തുടങ്ങേണ്ടത് മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ കേരള ചരിത്രത്തെ നമ്മളൊന്ന് പുനർവിന്യസിക്കുകയും പഠിക്കുകയും വേണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ പക്ഷം. അങ്ങനെ ആകുമ്പോഴാണ് കൃത്യമായൊരു ചരിത്രം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് ചരിത്രത്തെ ഒന്ന് മാറ്റി തീർക്കുവാൻ എന്താണ് പത്രപ്രവർത്തനം അതിന് ഒരു അടിസ്ഥാനമായി തീരുന്നത് എന്ന് നമുക്ക് നോക്കാം. മലയാളത്തിലെ പത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പേപ്പർ മുഴുവൻ വായിക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കുന്നുള്ളതാണ് വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ തിരുവിതാംകൂറിന് മുന്നോട്ടുള്ള പ്രയാണത്തിലും വളർച്ചയ്ക്കും പ്രധാനമായിട്ടും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂറിന് നവോത്ഥാനം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ്? മേൽമുണ്ട് കലാപം അല്ലെങ്കിൽ എപ്പർ ക്ലോത്ത് റിവോൾട്ട് എന്നതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പഠനവും നമുക്ക് സാധ്യമാവുകയില്ല. മേൽമുണ്ട് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മിഷണറി വരുന്നില്ല, ചാന്നാർ ലഹള എന്നാണ് പുസ്തകങ്ങളുടെ എല്ലാം പേരുകൾ, അങ്ങനെയാണ്. ഹിസ്റ്ററിയിലെല്ലാം അങ്ങനെയാണ്. അവിടെ മിഷണറി വരുന്നില്ല, ചാന്നാന്മാർ നടത്തിയ ലഹള എന്നാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ ലഹള എന്നല്ലേ, കലാപം എന്നല്ലേ, മുന്നോട്ടുള്ള ഒരു വിപ്ലവം എന്നല്ലേ അതിന് പറയേണ്ടത്? അത്ര ബോധപൂർവമാണ് ആ പദങ്ങളൊക്കെ അതിനകത്ത് ഒഴിവാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഉള്ള ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ ഒരു ലഹളയിലൂടെയാണ് എപ്പർ ക്ലോത്ത് റിവോൾട്ട് ഉണ്ടായത്, മോൾ വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമുക്കുണ്ടായത് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. ഞാനിപ്പോൾ പറയുന്ന നിമിഷത്തിലും കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന, കോളേജിലെ സ്റ്റുഡൻസ് പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചരിത്രത്തിൽ അവിടെ നമ്മൾ തിരുത്തൽ വരുത്തണം. എപ്പർ ക്ലോത്ത് റിവോൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാവണം എന്നാണ് എനിക്ക്. ഞാനൊരു പേപ്പർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ ഗോവ സെഷനിൽ, അത് അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിഴലിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ സാറിൻ്റെ ഗവേഷണം നമ്മളിവിടെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് നമ്മളിത് കാണുന്നത്, കേൾക്കുന്നത്, അങ്ങനെയാണ്. ഏതായാലും ഭാരതത്തിൻ്റെ പഠന പ്രക്രിയയിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്നതാണ് വലിയൊരു അപകടം. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മലയാളത്തിലെ പത്രം, ആദ്യത്തെ പത്രം ഏത് എന്ന ചോദ്യം പ്രധാനമായിട്ടുണ്ടാകും. ആദ്യത്തെ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യസമാചാരമാണ് ആദ്യത്തെ പത്രം. ഈ ഇന്നലെ നമ്മളെ സർക്കാർ മലയാളം ഭരണഭാഷ ആക്കുന്നതിനുള്ള മലയാളം പ്രധാന ഒരു ഭാഷ തീരുമാനം എടുത്തല്ലോ, ഇന്നലെ ഒരു റൂളുണ്ടായല്ലോ. അപ്പം ഭാഷ നമ്മൾ പഠിക്കുന്ന മലയാളം പ്രധാനപ്പെട്ട ഭാഷയാണ്. മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ നടക്കുകയുണ്ടായി. പക്ഷെ മലയാളം പ്രധാന ഭാഷയാക്കണമെന്നും മലയാളം ശ്രേഷ്ഠ ഭാഷയാക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ഏറ്റവും അധികം സംഭാവന ചെയ്ത ഒരാളിൻ്റെ സ്മാരകം വോട്ട് കമ്പനിയുടെ ഓഫീസായിട്ട് നിലനിൽക്കുകയാണ് ഇപ്പോഴും. യഥാർത്ഥത്തിൽ ഇവിടെ മഹാന്മാരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ പ്രണമിച്ചുകൊണ്ട് മാത്രമേ ഈ സെഷനൊക്കെ നമുക്ക് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതൊരാൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്, അദ്ദേഹം ജീവിച്ചിരുന്ന, അദ്ദേഹം താമസിക്കുകയും മലയാളത്തിലെ ആദ്യത്തെ പത്രമുണ്ടാക്കുകയും ചെയ്ത സ്ഥലം സന്ദർശിച്ചാൽ, ഇവിടെ ഉള്ളവർ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഇല്ലിക്കുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. യഥാർത്ഥത്തിൽ അത് കേരളത്തിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് താമസിച്ചിരുന്ന ബംഗ്ലാവ് മലയാള ഭാഷയുടെ ആസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വേണ്ടത്. എനിക്ക് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ സെഷൻ അവസാനിക്കുമ്പോൾ, 2 ദിവസത്തെ സെഷൻ അവസാനിക്കുമ്പോൾ ഇവിടെ ഒരു തീരുമാനമെടുക്കണം. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ അദ്ദേഹം ജീവിച്ച സ്ഥലം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതൊരു വലിയ ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുകയും മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനെക്കുറിച്ച് നിരന്തരമായി പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വലിയ സർവകലാശാലയ്ക്ക് തുല്യമായുള്ള ഒരു പഠന കേന്ദ്രമാക്കി അത് മാറ്റുകയും വേണം എന്നൊരു തീരുമാനം ഇവിടെ എടുക്കണം, ഒരു അഭ്യർത്ഥന നടത്തണമെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് മലയാളത്തിലെ ആദ്യത്തെ പത്രത്തെക്കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് 1947 മുതൽ 1947 വരെയുള്ള 100 വർഷക്കാലമാണ് പഠിക്കേണ്ടത്. ആദ്യത്തെ പത്രത്തെക്കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ആകെ 12 കോപ്പി മാത്രമാണ്. കേരളത്തിലാകെ 4 കോപ്പികൾ കിട്ടും. ഇന്ത്യയിലാകെ പരിശോധിച്ചാൽ 12 കോപ്പി കിട്ടും. ബാക്കി കോപ്പികൾ ലഭ്യമല്ല. എന്തു ചെയ്യും? ഒരു മാസക്കാലം മുഴുവൻ ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു എൻ്റെ. 20 വർഷം മുമ്പ് എൻ്റെ യൗവനത്തിൽ ഞാൻ നടത്തിയ സാഹസം, സങ്കടമെന്നാണ് പറയേണ്ടത്. ഒരു മാസക്കാലം ഈ പത്രങ്ങൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എൻ്റെ ഗവേഷണം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഞാൻ പെട്ടുപോയത്. ഇന്ത്യയിലെല്ലാം നേരത്തെ ഇവിടെ പറഞ്ഞ സെറാംപൂരിലൊക്കെ ഞാൻ 1.5 മാസം താമസിച്ചാണ്. കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ മിഷണറി കേന്ദ്രങ്ങളിലും താമസിച്ചിട്ടുള്ള ആളാണ് ഞാൻ ജന്മനാ ഹിന്ദു ആണെങ്കിലും എന്നെ ഒരിക്കലും ഹിന്ദുവാണ് എന്ന് കരുതിയല്ല അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എത്രയോ മുഖങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എനിക്കൊരിക്കൽ ബാംഗ്ലൂർ UTIയിൽ വെച്ച് പനി വന്നപ്പോൾ എന്നെ പരിചരിച്ച അച്ഛന്മാർ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മാനവികതയുടെ ഒരു വലിയ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. യഥാർത്ഥത്തിൽ സത്യവും ന്യായത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽപ്പെടുന്ന വലിയ മാനവികത, ഉന്നതമായ മാനവികത നമുക്ക് ബോധ്യമാവുകയാണ് അവിടെയൊക്കെ. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഹെർമൻ ഗുണ്ടട്ട് തയ്യാറാക്കിയ പത്രം
നേരത്തെ സാറ് പറഞ്ഞ പോലെ ആ രാജ്യസമാചാരം നിങ്ങൾ മുഴുവൻ 41 ലക്കങ്ങളാണ് ഇറക്കിയത്. 41 ലക്കങ്ങളിൽ എവിടെ പരിശോധിച്ചാലും ഒരിടത്ത് പോലും ഹെർമൻ ഗുണ്ടറിൻ്റെ പേരില്ല എന്നതാണ് സത്യം. നോക്കുക, എത്ര ഗ്രേറ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും അടിച്ചിട്ടില്ല. അദ്ദേഹമാണ് എൻ്റെ പത്രാധിപരായിരുന്നത്. ഇന്നാണെങ്കിൽ രണ്ട് ഷീറ്റ് മാത്രമാണ് ലിറ്റിൽ മാഗസിൻ ഇറക്കുന്നവൻ 3 സ്ഥലങ്ങളിലാണ് അവൻ്റെ പേര് അച്ചടിക്കുന്നത്. എവിടെയും അച്ചടിച്ചിട്ടില്ല, ഒരിടത്ത് പോലും അച്ചടിച്ചിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, അതിനകത്ത് ഞാൻ എഡിറ്റോറിയൽ എഴുതുമ്പോൾ താഴെ എഡിറ്റർ എന്ന് മാത്രമേ വെക്കാറുള്ളൂ. അപ്പം എന്നോട് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് താങ്കളുടെ പേര് വെക്കാത്തത്. ഞാൻ പറയും മലയാളത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ച പത്രാധിപർ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. പിന്നെയാണോ ഒന്നുമല്ലാത്ത ഞാൻ. നോക്കുക, എത്ര ഗ്രേറ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇവിടെ വരികയും മലയാള ഭാഷ പഠിക്കുകയും മലയാള ഭാഷയിലെ ആദ്യത്തെ പത്രം തുടങ്ങുകയും ചെയ്തു. പത്രം കല്ലച്ചിലാണ് പുറത്തിറങ്ങിയിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കല്ലച്ചെന്ന് സൈക്ലോസ്റ്റൈൽ ചെയ്തിരുന്നത്. അത് സൈക്ലോസ്റ്റൈൽ ചെയ്യുന്നതിന് വേണ്ടി എഴുതിയിരുന്നയാൾ കണ്യൻ കണ്ടു എന്ന തമിഴനാണ്, മലയാളിയല്ല. കണ്യൻ കണ്ടു എന്ന തമിഴനായ ഒരാളാണ് അത് മലയാള ഭാഷ പഠിക്കുകയും. ഞാനതിൻ്റെ വിഷ്വൽസ് ഒന്നും കൊണ്ടുവന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയുമായിരുന്നില്ല. എങ്കിൽ ഞാനതിൻ്റെ മുഴുവൻ ലക്കങ്ങളും കൊണ്ടുവന്ന് കാട്ടിത്തരുമായിരുന്നു. അല്ല, അക്ഷരങ്ങൾ എന്ത് മനോഹരമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാ അക്ഷരങ്ങളും എത്ര മനോഹരമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയുകയില്ല, പകർത്താൻ കഴിയുകയില്ല എന്നതാണ് സത്യം. രാജ്യസമാചാരത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും ഡോക്ടർ ഹെർമൻ ഗുണ്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കണ്യൻ കണ്ടു എന്ന തമിഴ്നാട്ടുകാരനായ ഒരാളാണ് അത് പകർത്തി എഴുതിയത്. മനോഹരമായി എഴുതിയിരിക്കുന്നു. മലയാളികൾക്ക് എന്താണ് അതിനകത്ത് പങ്കുള്ളത്? മലയാളികൾ അഭിമാനത്തോടെ രാജ്യസമാചാരം ആദ്യത്തെ പത്രമാണെന്ന് പറഞ്ഞാൽ രാജ്യസമാചാരം പബ്ലിഷ് ചെയ്യുന്നതിൽ, രാജ്യസമാചാരം എന്ന സങ്കല്പം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, രാജ്യസമാചാരം എന്ന പത്രം എഴുതുന്നതിൽ, അച്ചടിക്കുന്നതിൽ, വിതരണം നടത്തുന്നതിൽ ഒന്നും മലയാളിക്ക് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ എന്തിൻ്റെ പേരിലാണ് അഭിമാനിക്കുന്നത്, എന്തിൻ്റെ പേരിലാണ് അഹങ്കരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നതാണ് സത്യം. രാജ്യസമാചാരത്തിൻ്റെ 41 ലക്കങ്ങളും നോക്കണം. ഞാൻ പത്രപ്രവർത്തനം പഠിച്ച സമയത്തിന് ശേഷം അന്ന് ആകെ 2 കോപ്പികളാണ് രാജ്യസമാചാരത്തിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അതിനുശേഷം ഗവേഷണം നടത്തിയ കാലത്ത് ഇത് കണ്ടെത്തണം എന്ന് വിചാരിച്ചു. അങ്ങനെ മലയാള പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് 180 വർഷം കഴിഞ്ഞപ്പോഴാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും ശേഖരിക്കാനായത്. 150 വർഷങ്ങൾ നമ്മൾ ഉറങ്ങുകയായിരുന്നു മലയാളികൾ. മലയാളത്തിൻ്റെ പേരിൽ എന്തെല്ലാം അഭിമാനിച്ചാലും ശരി, നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല പത്രപ്രവർത്തനത്തിൽ എന്ന് ഞാൻ പറയും. കാരണം 150 വർഷത്തിന് ശേഷമാണ് മുഴുവൻ ലക്കങ്ങൾ ശേഖരിച്ചതോ ഒരിക്കലും മലയാള ഭാഷ അറിയാത്ത ക്യൂറേറ്റർമാർ സൂക്ഷിക്കുന്ന ഹെർമൻ ഗുണ്ടറിൻ്റെ മ്യൂസിയത്തിൽ നിന്നും ജർമ്മനിയിൽ അവിടെ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. നോക്കുക, നമ്മളെക്കാൾ എത്രയോ ദീർഘദർശിയായ ആളുകളാണ് വിദേശികളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറയുന്നവനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം അവർക്ക് എന്ത് ക്രാന്തദർശികളാണ് അവർക്കുള്ള ആളുകൾ. അവരത് മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആർക്ക് വേണ്ടിയാണ്? മലയാളികൾക്ക് വേണ്ടി. 180 വർഷത്തിന് ശേഷവും രാജ്യസമാചാരത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും അവിടെ ജർമ്മനിയിൽ ഹെർമൻ ഗുണ്ടർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ക്യൂറേറ്റർക്ക് മലയാളം അറിയത്തില്ല, പക്ഷേ ഈ ഒരു ഇന്ത്യൻ ഭാഷയിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടർ പബ്ലിഷ് ചെയ്ത പത്രമാണ് ഇതെന്നറിയാം. ഞാനത് മുഴുവൻ ശേഖരിച്ചു. അത് മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തു. സംസ്ഥാന പ്രസിദ്ധീകരണ വകുപ്പാണ്, പബ്ലിക്കേഷൻ വകുപ്പാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും അങ്ങനെ തന്നെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലഭ്യമാണ്. അത് കുട്ടികൾ, ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്. രാജ്യസമാചാരത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും ഒന്നാമത്തെ പത്രം. ഈ ഒന്നാമത്തെ പത്രം കൊണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്? യഥാർത്ഥത്തിൽ മലയാളികളുടെ വീക്ഷണത്തെ വിപുലപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ പത്രമാണ്. ആദ്യത്തെ പത്രം ആദ്യമായിട്ട് ഒരു പേര് നോക്കുക, രാജ്യസമാചാരം. രാജ്യത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളെയും അറിയിക്കുക. മോഡേൺ ജേർണലിസത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളെയും ആ പത്രം ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് സത്യം. വിദേശ രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും മിഷണറി പ്രവർത്തകർ നമുക്ക് പത്രത്തിലേക്ക് റിപ്പോർട്ട് അയക്കുകയാണ്. അതാത് റിപ്പോർട്ടുകൾ വരുന്നു. ആഫ്രിക്കയിൽ നിന്ന് റിപ്പോർട്ട്, കാപ്രിയുടെ കലാപം എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട്. എന്നാൽ ആഫ്രിക്ക എന്ന രാജ്യത്തെക്കുറിച്ച് ആദ്യമായി മലയാളി അറിയുന്നത് രാജ്യസമാചാരം എന്ന ഈ പത്രത്തിലൂടെയാണ്. ഈ പത്രത്തിന് വിലയുണ്ടായിരുന്നില്ല, അതാണ് നോക്കേണ്ടത്. പത്രം സൗജന്യമായിട്ടാണ് കൊടുത്തിരുന്നത്. എല്ലാ മാസവും കൃത്യമായി പുറത്തിറങ്ങുന്നു, സൗജന്യമായി ആളുകൾക്ക് കൊടുക്കുന്നു. മലയാളത്തിൽ ആദ്യത്തെ പത്രം. ഇന്നിപ്പോൾ പല പത്രങ്ങളും സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും. മലയാള മനോരമ കൊടുക്കാം, ഹിന്ദു കൊടുക്കാം, ഇന്ത്യൻ എക്സ്പ്രസ് കൊടുക്കാം. പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം സൗജന്യമായിട്ട് തരാം നമുക്ക്. കാരണം അതിൻ്റെ പരസ്യം അത്രയധികമാണ് വരുന്നത്. നമ്മുടെ ഇന്ന് വില മേടിക്കാൻ നമുക്ക് സൗജന്യമായിട്ട് തരാവുന്നതാണ് ഈ പത്രങ്ങളെല്ലാം. പക്ഷേ ഇവരെല്ലാം വില മേടിച്ചുകൊണ്ട് ഇറക്കുന്നു. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ പത്രം വളരെ മാതൃകാപരമായി സൗജന്യമായിട്ടാണ് ആളുകൾക്ക് കൊടുത്തിരുന്നത്. വില ഇട്ടിരുന്നില്ല അതിന്. രാജ്യസമാചാരം മന്ത്ലി ആയിരുന്നു. എല്ലാ മാസവും 8 പേജ് കാണും, 6 പേജ് കാണും. ഡെമി 8:1 സൈസിലാണ്, നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ഈ സൈസിലാണ് പത്രം പുറത്തിറങ്ങിയത്. ഈ സൈസിലാണ് പുറത്തിറങ്ങിയത്. രാജ്യസമാചാരം എന്നെഴുതിയിരുന്നു, താഴെ വാർത്തകൾ കൊടുക്കുകയാണ്. അപ്പോൾ മലയാളികൾ ആദ്യമായി ഒരു മാപ്പ് കാണുന്നത്, നമ്മൾ ഇടയ്ക്കൊക്കെ പറയും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെല്ലാം സയൻസിനും ശാസ്ത്രത്തിനും എതിരാണെന്ന് പറയും. എന്നാലും മലയാളികൾ ആദ്യമായിട്ട് ശാസ്ത്രം അറിയുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ പത്രത്തിലൂടെയാണ്. ആദ്യമായിട്ടൊരു മാപ്പ്. നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ പഠിപ്പിക്കത്തില്ലേ, ജോഗ്രഫിക്കകത്ത്, മോഡേൺ ജോഗ്രഫിക്കകത്ത് മാപ്പ് പ്രൊജക്ഷൻ പഠിപ്പിക്കും.
മാപ്പ് ഭൂമിയെ എങ്ങനെയാണ് ഒരു പ്രൊജക്ഷനിലൂടെ കാണിക്കുന്നത്. ആദ്യമായിട്ടൊരു മാപ്പ് കാണുന്നത് രാജ്യസമാജത്തിൻ്റെ 8ാമത്തെ ലക്കത്തിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. മാപ്പ് എന്താണ്? ക്രൈസ്തവ മിഷൻ, മദ്രാസ് പ്രവിശ്യയിലെ ക്രൈസ്തവ മിഷണറിമാരുടെ കേന്ദ്രങ്ങൾ ആണ് കാണിച്ചിരിക്കുന്നത് മാപ്പായിട്ട്. പക്ഷേ മാപ്പ് എന്ന സങ്കല്പം ആദ്യമായിട്ട് ജോഗ്രഫിയിലെ മാപ്പ് എന്ന സങ്കല്പം ആദ്യമായിട്ട് വരുന്നത് അതിലാണ്, രാജ്യസമാചാരത്തിലാണ്. പിന്നെ മറ്റൊന്ന്, രാജ്യസമാചാരത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, രാജ്യസമാചാരത്തിൻ്റെ ലക്കത്തിലൂടെയാണ് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലുള്ള പ്രോസ് നമ്മൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത്. മലയാള ഗദ്യം നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുന്നത് രാജ്യസമാചാരത്തിലൂടെയാണ്. മിഷണറി മലയാളം എന്ന് നമ്മൾ പറയുന്നു, അത് പഠിക്കാനൊരു ശ്രമം വേണം. അതൊക്കെ എളുപ്പമാണ്, ഞാൻ ഒക്കെ ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്തു. അത് വായിക്കുകയും പഠിക്കുകയും വേണം. അതിനൊരു ട്യൂണുണ്ട്. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഗ്രന്ഥം ഏതാണ്, വായിക്കാൻ ഏറ്റവും സുഖകരമായ ഗ്രന്ഥം ഏതാണ്, ലോകത്തിൽ ഏറ്റവും പൊയറ്റിക്കായിട്ടുള്ള ഗ്രന്ഥം ഏതാണ്? നേരത്തെ സാറ് പലതവണ ഇവിടെ നമ്മളെ ഉയർത്തി കാണിച്ച ബൈബിളാണ്, അതൊരു സംശയമില്ല കാര്യത്തിൽ. ലോകത്തിൽ ഏറ്റവും പൊയറ്റിക്കായിട്ടുള്ള ഗ്രന്ഥം, എത്ര ഒരു മഹാകാവ്യം എന്ന് നമുക്ക് പറയാം. അത്ര പൊയറ്റിക്കാണ് അതിൻ്റെ ഓരോ പ്രയോഗങ്ങളും വാക്കുകളും അതിൻ്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഭാവനയും എല്ലാം മനോഹരമല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള അതിന് ചുവട് പിടിച്ചാണ് ഈ രാജ്യസമാചാരത്തിൻ്റെ രചന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിച്ചു പോകാൻ വളരെ സുഖകരമായി ലളിതമായി വായിച്ചു പോകാവുന്ന സുഖകരമായ ഭാഷയാണ് പത്രത്തിൻ്റെ. അപ്പോൾ പത്രം നമ്മളെ ഒരിക്കലും ഭയപ്പെടുത്തുന്നില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചു ഒരിടത്ത് ഈ ഉറക്കം കിട്ടാൻ വേണ്ടി 3 പ്രധാനപ്പെട്ട വഴികളിൽ 3ാമത്തെ വഴി പറഞ്ഞിരിക്കുന്നത് പത്രം വായിക്കുക എന്നതാണ്. ഏറ്റവും വിരസമായ പാട്ട് കേൾക്കുക, ഏറ്റവും വിരസമായ വായന. അപ്പോൾ ഇപ്പം ഒരു പുതിയ സയൻറ്റിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്, 3ാമത്തെ കാര്യം എന്താണ്? മലയാളത്തിൽ പത്രം വായിക്കുക. അപ്പോൾ അത്ര വിരസമാണ് മലയാളത്തിൽ പത്രം. ഞാനപ്പോൾ ആലോചിച്ച് പോയി, ഈ രാജ്യസമാചാരം കൊടുത്താൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങുകയില്ല. കാരണം ഉണർന്നിരുന്ന് വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രത്തിൻ്റെ ലാംഗ്വേജ് ഏതായിരുന്നു, ഭാഷ ഏതായിരുന്നു, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മറ്റൊന്ന്, രാജ്യസമാചാരം എന്ന പത്രം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഹെർമൻ ഗുണ്ടട്ട് ഈ പത്രം പുറത്തിറക്കുമ്പോൾ അദ്ദേഹം സമാന്തരമായി ചെയ്തിരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. നേരത്തെ സാറ് പറഞ്ഞതിൻ്റെ, അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. നമ്മൾ പഴഞ്ചൊല്ലുകൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണം പറയാം, അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം. മലയാളികൾ സാധാരണ പറയാനുള്ളൊരു കാര്യമാണ്. എങ്ങനെ ആദ്യം ഇത് അറിയുന്നത് എങ്ങനെയാണ്? ആദ്യം മനസ്സിലാക്കിയത് ആരാ? ആദ്യം മനസ്സിലാക്കിയത് മലയാളിയല്ല പഠിച്ചത്, അത് ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടട്ടാണ് ആദ്യം ഇത് എഴുതി വെച്ചത്. ഇങ്ങനെ ഇത് മാത്രമല്ല, മലയാളികൾ എന്ന് നമ്മൾ പറയുന്ന നിരവധി പഴഞ്ചൊല്ലുകൾ മുഴുവൻ ശേഖരിച്ചത് അദ്ദേഹമാണ്. നേരത്തെ സാറ് പറഞ്ഞല്ലോ ഡിക്ഷണറി തയ്യാറാക്കുന്ന കാര്യം. ഡിക്ഷണറി തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഡിക്ഷണറി തയ്യാറാക്കണേ എന്ത് വേണം? ഇപ്പം നമുക്ക് എളുപ്പമാണ്, ഈ പഴയ ഡിക്ഷണറി എല്ലാം എടുത്ത് വെച്ചിട്ട് കുറച്ച് പുതിയ വാക്കുകൾ ആഡ് ചെയ്താൽ മാത്രം മതി. അന്ന് ഡിക്ഷണറി എന്നൊരു സങ്കല്പമേ നമ്മുടെ മുന്നിലില്ല. ഒരു വാക്ക് വേണം. എവിടുന്ന് ഈ വാക്ക് ശേഖരിക്കും? അദ്ദേഹം ശേഖരിച്ചിരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. സാധാരണക്കാർ സഞ്ചരിക്കുന്ന ചന്തകളിൽ പോലും പോയി ഓരോ വ്യക്തിയെയും കണ്ട് അവരിൽ നിന്നും വാക്കുകൾ ശേഖരിക്കുകയായിരുന്നു അദ്ദേഹം. തീഷ്ണമായ ഒരു അധ്വാനത്തിലൂടെയാണ് ഈ മുഴുവൻ വാക്കുകളും ശേഖരിച്ച് ഒരു ഡിക്ഷണറി ഉണ്ടാക്കുവാൻ നമ്മുടെ ആദ്യകാലത്തെ മിഷണറിമാർ ശ്രദ്ധിച്ചിരുന്നത്. പഴഞ്ചൊല്ലുകൾ മുഴുവൻ ശേഖരിക്കുക, അതെന്ത് ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരാൾ മലയാളത്തിലെ ആദ്യത്തെ പത്രത്തിൻ്റെ നടുനായകനായി തീരുന്നു ഹെർമൻ ഗുണ്ടട്ട് എന്ന ആൾ. അദ്ദേഹം മലയാളിയല്ല, ഇന്ത്യക്കാരനല്ല, ഏഷ്യക്കാരൻ പോലുമല്ല, അതാ രസം. പക്ഷേ അദ്ദേഹം വിശ്വപൗരനാണ് എന്ന് പറയുകയാണ് ശരി. അദ്ദേഹം ഒരേ സമയം മലയാളിയാണ്, ഒരേ സമയം ഇന്ത്യക്കാരനാണ്, ഒരേ സമയം ഏഷ്യക്കാരനാണ്, ഒരേ സമയം ജർമ്മൻകാരനാണ്, ഒരേ സമയം ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും സ്വീകാരനായ ഒരാളായി അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പത്രത്തിൻ്റെ ഒരു വിശാലമായ വീക്ഷണം. ഈ പത്രത്തിൽ എവിടെയും നിങ്ങൾ ക്രൈസ്തവനായിക്കൊള്ളണം എന്ന് പറയുന്നില്ല. ക്രൈസ്തവ മിഷണറിമാർ വരുമ്പോൾ ക്രൈസ്തവ മിഷണറിമാരെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതപരിവർത്തനത്തിന് വേണ്ടി വന്നവർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനിയാവുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് രണ്ടും ഒറ്റ അർത്ഥത്തിലേക്ക് പറയുമ്പോൾ അതിനകത്തൊരു അപകടം, എന്താ പറയുന്ന ഒരു കുഴപ്പം അതിനകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയും. ക്രൈസ്തവ മിഷണറിമാർ വന്നത് അവരുടെ വിശ്വാസത്തെ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്, സുവിശേഷം പറയുക എന്നത് മാത്രമാണ്. ഈ പത്രവും അത് മാത്രമേ പറയുന്നുള്ളൂ. ഒരിടത്ത് പോലും നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കൊള്ളണം, ക്രൈസ്തവനായിക്കൊള്ളണം എന്ന് ഈ പത്രത്തിൻ്റെ ഒരു ലക്കങ്ങളിലും എവിടെയും പറയുന്നില്ല. പിന്നെ ആ പത്രത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു നിന്നാൽ സമയം പോകുമ്പോൾ അതുകൊണ്ട് 2ാമത്തെ പത്രത്തിലേക്ക്. 2ാമത്തെ പത്രം പശ്ചിമോദയം എന്നാണ് 2ാമത്തെ പത്രത്തിൻ്റെ പേര്. രാജ്യസമാചാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പശ്ചിമോദയം. നോക്കുക, അതിൻ്റെ പേര് തന്നെ നോക്കുക. പശ്ചിമോദയം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് സംസ്കാരം ഉദയം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാമല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ജാതിയുടെയും മതത്തിൻ്റെയും ഈ മാന്യമായി വസ്ത്രം ധരിക്കാൻ പോലും കഴിയാത്ത ആളുകൾ നടക്കുന്ന ഒരു കാലത്ത് ഇവിടെ സംസ്കാരമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്രാഹ്മണന് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി കേരളം മാറുമ്പോൾ, ഭാരതം മാറുമ്പോൾ അവിടെ എവിടെയാണ് സംസ്കാരമുള്ളത്? സംസ്കാരത്തിൻ്റെ എന്ത് നന്മകളാണ് നമ്മൾ ഉയർത്തി കാണിക്കാൻ കഴിയുന്നത്? അപ്പോഴാണ് പശ്ചിമോദയം എന്ന പത്രം പറയുന്നത്, സംസ്കാരം അങ്ങ് പാശ്ചാത്യ നാടുകളിൽ നിന്ന് പടിഞ്ഞാറ് ഉദയം ചെയ്യുന്ന സംസ്കാരത്തെ നിങ്ങൾക്ക് മുന്നിലായി ഞങ്ങൾ നൽകുന്നു എന്നാണ് ആ പത്രം പറയുന്നത്. ആ പത്രമാണ് ആദ്യമായിട്ട് സോളാർ സിസ്റ്റം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ശാസ്ത്രം പറയുമ്പോൾ ശാസ്ത്രാധിപക്ഷത്തിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ പറയുകയുണ്ടായി. ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സൗരയൂഥം എന്ന കാര്യം, സൂര്യനും
ബാക്കി ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന സൗരയൂഥം, സോളാർ സിസ്റ്റം ആദ്യമായിട്ട് മലയാളികൾ അറിയുന്നത്, പഠിക്കുന്നത് ഭാരതത്തിലെ ഒരു ശാസ്ത്രശാഖയിൽ നിന്നുമല്ല. ആദ്യം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിൽ നിന്നാണ്. പശ്ചിമോദയത്തിൽ അങ്ങനെ ഒരു പങ്ക്തി തന്നെ ഉണ്ടായിരുന്നു. ഭൂമിശാസ്ത്രം എന്നൊരു പങ്ക്തി തന്നെ അതിലുണ്ടായിരുന്നു. നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കേരളത്തിന് ചരിത്രം ആദ്യമായി പഠിപ്പിച്ചതാരാണ്? കേരള ചരിത്രം. കേരളത്തിന് ആദ്യമായിട്ട് ചരിത്രം ഉണ്ടാക്കിയതാരാണ്? മിഷണറിമാരാണ്. പശ്ചിമോദയം എന്ന പത്രത്തിനകത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായി എല്ലാ ലക്കങ്ങളിലും കേരള ചരിത്രം അതിൽ ഒരു പങ്ക്തിയായി കൊടുത്തിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സെമിനാറുകളൊന്നും ഒരിക്കലും ഹെർമൻ ഗുണ്ടൻ വരുന്നില്ല. യഥാർത്ഥത്തിൽ മിഷണറിമാർ, പ്രത്യേകിച്ചും ഹെർമൻ ഗുണ്ടൻ്റെ നേതൃത്വത്തിലുള്ള ദാസൽ മിഷൻ സൊസൈറ്റിയാണ് മലയാളത്തിന് ആദ്യമായിട്ടൊരു കേരള ചരിത്രം ഉണ്ടാക്കിയെടുത്തത്. അതിലാണ്. ഇനി നോക്കുക, ഈ രാജ്യസമാചാരത്തിൽ തന്നെയാണ്, പശ്ചിമോദയത്തിൽ തന്നെയാണ് മലയാള ഭാഷയുടെ വികാസത്തെക്കുറിച്ച് ആദ്യമായി ഒരു ലേഖനം ഉണ്ടാകുന്നത്. എവിടെയാണ്? പശ്ചിമോദയത്തിലാണ് സാർ. മലയാള ഭാഷയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു മലയാള ഭാഷ ഉണ്ടാകണം, ഭാഷയുടെ വികാസം, അതിൻ്റെ പരിണാമം, ഇത്തരത്തെ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്ന പശ്ചിമോദയത്തിൻ്റെ പത്രാധിപരാണ് എന്ന കാര്യം ഓർക്കണം. മലയാള ഭാഷാ പിതാവായിട്ട് ആരെ പറയണം? ഞാനൊരു വിവാദത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും മലയാള ഭാഷയുടെ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു വളരെ എളിയ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഹെർമൻ ഗുണ്ടനെ കുറിച്ച് കൂടി ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത സംഭാവനയാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഇപ്പം നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ, നേരത്തെ സാറ് പറഞ്ഞാൽ മലയാള ഭാഷയിലേക്ക് എഴുതുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് നിശ്ചയമായിട്ടും ഡോക്ടർ ഹെർമൻ ഗുണ്ടനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടാക്കിയെടുത്ത പ്രോസിൻ്റെ വഴികളിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിക്കുകയും ഞാൻ 32 പുസ്തകം എഴുതുമ്പോൾ 32 തവണയും ഞാൻ ഓർക്കേണ്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ രാജ്യസമാചാരത്തിൻ്റെ ലക്കത്തിൽ ഈ ഞാൻ കണ്ടൻസ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ പ്രഥമ റിപ്പോർട്ട്. ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന ആൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറയുമല്ലോ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരുന്നു? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇത് പഠിപ്പിക്കുകയല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ആദ്യം പഠിപ്പിച്ച ആരാണ്? പഠിപ്പിച്ചത് വേറെ ആരുമല്ല, രാജ്യസമാചാരം എന്ന പത്രമാണ്. ഈ മിഷണറികൾ തുടങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറയുന്നത്. ഫ്രാഞ്ചിയിലെ കലാപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിത് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെതായ വഴികളിലേക്ക് മലയാളിയെ ആദ്യം നടത്തിയത് മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊന്ന്, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് 1849 സിഖുകാർ ഒരു സമരം നടത്തി. സിഖ് കലാപത്തെക്കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ആദ്യമായി സിഖ് കലാപത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യസമാചാരം എന്ന പത്രമാണ്. അപ്പോൾ നമ്മൾ പറയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി, സാർ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരിക്കലുമായിട്ടില്ല. വിദേശ അടിമത്തത്തിന് വേണ്ടി നിന്ന ഒരു ഏജൻസി ആയിരുന്നില്ല മിഷണറിമാർ. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഈ കലാപത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അതിൽ കൃത്യമായി കൊടുക്കുന്നത്. മറ്റൊന്ന് നോക്കുക, ശിശുമരണത്തെക്കുറിച്ച് മലയാളത്തിലെ പ്രഥമ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ശിശുമരണത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് സർക്കാർ തലത്തിലൊന്നുമല്ല, രാജ്യസമാചാരം എന്ന പത്രത്തിലാണ് ആദ്യത്തെ റിപ്പോർട്ട്. എത്ര ശിശുക്കൾ എവിടെയൊക്കെ മരിക്കുന്നു, ഏതൊക്കെ ഏരിയാസിൽ കുട്ടികൾ മരിക്കുന്നു, ശിശുക്കളുടെ മരണത്തെക്കുറിച്ച് എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ആലോചിച്ച് നോക്കണം. രാജ്യസമാചാരം 1847 പത്രമാണ്. ശിശുമരണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്, ലേഖനം വരുന്നത് അതിനകത്താണ്, ഈ പത്രത്തിലാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാർപ്പാപ്പയെക്കുറിച്ച് ആദ്യമായി മലയാളികൾ അറിയുന്നത് ഈ പത്രത്തിലൂടെ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പത്രത്തിൽ റിപ്പോർട്ടുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുത്തച്ഛനായ ദ്വാരകാനാഥ് ടാഗോർ റോമിൽ പോയി അന്നത്തെ പാപ്പയുമായി അദ്ദേഹം കണ്ടുമുട്ടി. അതിനെ കാണാൻ പറ്റി, സന്ദർശിച്ചു അദ്ദേഹം. ആ സന്ദർശിച്ച റിപ്പോർട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു. നോക്കുക, രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചൊക്കെ മലയാളികൾ, ഇന്ത്യക്കാർ അറിയുന്നതിന് എത്രയും മുമ്പ്. അന്ന് രവീന്ദ്രനാഥ് ടാഗോറൊന്നും ഒരു ചിത്രത്തിലേ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടതിനെക്കുറിച്ചുള്ള സംഭാഷണം നടത്തിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് രാജ്യസമാചാരത്തിൽ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. ബംഗാളിൽ അവിടെ നിന്നുള്ള ആരോ എഴുതി അയച്ചിട്ട് ഇവിടുത്തെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ റോമിനെക്കുറിച്ച് നമ്മൾ അറിയുന്നു, മാർപ്പാപ്പയെക്കുറിച്ച് അറിയുന്നു. ഇദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ അദ്ദേഹത്തോട് നടത്തിയ വളരെ സ്നേഹപൂർവ്വമായ പെരുമാറ്റത്തെക്കുറിച്ച് അറിയുന്നു. അങ്ങനെ വളരെ വലിയൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാം. മലയാളികളൊന്നും അതിന് മുമ്പ് ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അറിയാൻ വേറൊരു മാർഗ്ഗവുമില്ല, ഒരു ഗ്രന്ഥങ്ങളുമില്ല. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാപ്പ്, ഇത് നമ്മൾ കാണുന്നു. ഇനി നോക്കുക, രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിലേക്ക് വരുമ്പോൾ, പശ്ചിമോദയം 1947 ഒക്ടോബറിലാണ് തുടങ്ങുന്നത്. അതും ഇതുപോലെ തന്നെ കല്ലച്ചിൽ ഇങ്ങനെ തന്നെ അതേ രൂപത്തിൽ തന്നെയാണ് ഇറക്കിയിരുന്നത്. പക്ഷേ അതിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ സയൻറ്റിഫിക് ആയിരുന്നു, ശാസ്ത്രീയമായ വീക്ഷണങ്ങൾ നൽകിയ ഒരു പത്രമായിരുന്നു. ഭൂമിശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, ചരിത്രം പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, പ്രകൃതിശാസ്ത്രം. നമ്മളിപ്പം പരിസ്ഥിതി പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നു, എല്ലാവരും പരിസ്ഥിതിയെക്കുറിച്ച്. നമ്മുടെ മാർപ്പാപ്പയും പരിസ്ഥിതി ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു.
പക്ഷേ ഇവിടെ നോക്കുക, പരിസ്ഥിതിയെക്കുറിച്ച് ആദ്യമായിട്ട്, പ്രകൃതിശാസ്ത്രത്തെക്കുറിച്ച് ആദ്യമായി മലയാളി അറിയുന്നത് മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദ്യത്തിലൂടെയാണ് അറിയുന്നത്. പശ്ചിമോദ്യത്തിന് മുഴുവൻ ലക്കങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ സ്ഥാപനം ഉണ്ട്. ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ അത് വാങ്ങാനും കിട്ടും. നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഒന്ന് നോക്കുക. വില കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് വാങ്ങിച്ചൊന്ന് മറിച്ച് നോക്കുകയെങ്കിലും ചെയ്യാം, ഒന്ന് കണ്ടിരിക്കാമല്ലോ. പശ്ചിമോദയം മുഴുവൻ ലക്കങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അതും അവിടെയുണ്ട്, ജർമ്മനിലാണ് സൂക്ഷിക്കുന്നത്, ഇവിടെ സൂക്ഷിച്ചിട്ടില്ല. നമ്മൾ നല്ല നന്ദിയുള്ളവരാണ് കേട്ടോ. കൃതജ്ഞത എന്ന വാക്കിൻ്റെ അർത്ഥം കേരളം എന്നാണ്. കേരളം സമം കൃതജ്ഞത എന്ന് ചേർക്കുന്നതാണ് ശരി. കാരണം ആദ്യത്തെ പത്രങ്ങളെല്ലാം നമ്മൾ ചുട്ടുകളയോ കടലൊഴുക്കളയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ സൂക്ഷിച്ചിട്ടില്ല ഭാഗ്യത്തിന്. അത്ര മിടുക്കന്മാരാണ് നമ്മൾ. കേരളത്തിലെ സർവകലാശാലകളൊക്കെ ഇപ്പോഴുണ്ട്. നമ്മളത് ശേഖരിച്ച് വന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വരുന്നതെന്ന് പറയുന്നത് പിന്നെ വാനനിരീക്ഷണത്തെക്കുറിച്ച് ആദ്യമായി വരുന്ന ലേഖനം പശ്ചിമോദ്യത്തിലാണ് വരുന്നത്. ബാഹ്യാകാശ ഗവേഷണത്തെക്കുറിച്ചും നമ്മളിപ്പോൾ നാസയെക്കുറിച്ചും VSSCയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമായി വാനനിരീക്ഷണത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം ആദ്യമായി മലയാളികൾ കിട്ടുന്നത് പശ്ചിമോദ്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. രണ്ടാമത്തെ പത്രത്തിലൂടെയാണ് കിട്ടുന്നത്. പിന്നെ ഒന്ന് വരുന്നത് അന്ന് രണ്ടാമത്തെ പത്രമായപ്പോഴത്തേക്ക് ഇതിന് വിലയിട്ടിരുന്നു. 4 പൈസയാണ് വിലയിട്ടിരുന്നത്. അന്ന് 4 പൈസ വിലയിട്ടു. അതിനകത്ത് ഏറ്റവും താഴെ എഡിറ്റർ എന്ന സ്ഥലത്ത് ഫാദർ മുള്ളർ എന്നടിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒന്നാമത്തെ പത്രം ഡോക്ടർ ഹെർമൻ ഗുണ്ടറാണ്. അദ്ദേഹം പത്രത്തിൽ പേര് കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. ഫാദർ മുള്ളർ എന്ന പേര് രണ്ടാമത്തെ പശ്ചിമോദ്യത്തിൻ്റെ ലക്കങ്ങളിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാള ഭാഷയുടെ അക്ഷരപരിണാമം എന്ന ലേഖനം സാറ് നോക്കേണ്ടതാണ്. ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ആയതുകൊണ്ട് നോക്കണം. അങ്ങനെ ഒരു ലേഖനം അതിനകത്ത് മലയാള ഭാഷയുടെ അക്ഷരപരിണാമം എന്ന ലേഖനം. ആകാശ നീന്തം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബാഹ്യാകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നതാണ്. പ്രാണിസങ്കോച നിദ്രയെക്കുറിച്ച്, ഉറക്കത്തെക്കുറിച്ചുള്ള, ജീവജാലങ്ങളുടെ ഉറക്കത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം. ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ കാലത്ത് ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ ദിവസം ഉറക്കത്തെക്കുറിച്ച് വായിച്ച 1947 രണ്ടാമത്തെ പത്രത്തിനകത്ത് നിദ്രയെക്കുറിച്ച് ഒരു ലേഖനം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉറക്കം ആളുകൾക്ക് ഉണ്ടാകുന്നത്, ഉറക്കം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, ഈ ജീവജാലങ്ങൾ മൊത്തത്തില്ല, മനുഷ്യനെ മാത്രമല്ല, പ്രാണി സങ്കോച നിദ്ര എന്നാണ് ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലാണ്. ഇങ്ങനെ മലയാള ഭാഷയുടെ രാഷ്ട്രീയ വിഷയങ്ങൾ നിരവധിയായി കൈകാര്യം ചെയ്യുന്നു. സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെ വളരെ വലിയൊരു ലോകത്തെയാണ് നമ്മുടെ മുന്നിലേക്ക് പശ്ചിമോദ്യം തുറന്നിട്ടത്. അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ തലക്കെട്ട് ബോധ്യപ്പെടുത്തുന്ന പോലെ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും ഉയർന്നു വന്ന ശാസ്ത്രത്തെ മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുകയായിരുന്നു പശ്ചിമോദ്യം എന്ന പത്രത്തിലൂടെ, രണ്ടാമത്തെ പത്രത്തിലൂടെ ഹെർമൻ ഗുണ്ടട്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തു വെച്ചത്. ഇനി നോക്കുക, അടുത്ത പത്രത്തിലേക്ക് വരുന്നത് ജ്ഞാനനിക്ഷേപം എന്ന പത്രമാണ്. അത് CMS മിഷണറിമാരാണ് തുടങ്ങിയത്. 1947 അത് ആരംഭിക്കുന്നത് ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്കറിയുന്ന പോലെ മിസ്സസ് ഹെൻറി ബേക്കർ ജൂനിയർ വരച്ച പെൻസിൽ സ്കെച്ചസ് അതിനകത്തുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇലസ്ട്രേറ്റഡ് ന്യൂസ് പേപ്പർ പുറത്തു വരുന്നത്. ഇന്ത്യയിലെ മറ്റൊരു പത്രങ്ങളും അതിനു മുമ്പ് ഒരു സ്കെച്ചസും ഉണ്ടായിരുന്നില്ല. മലയാളത്തിലെ മൂന്നാമത്തെ പത്രമായ ജ്ഞാനനിക്ഷേപത്തിൽ സ്കെച്ചസ് ഉണ്ടായിരുന്നു. പെൻസിൽ കൊണ്ട് വരച്ച ഡ്രോയിങ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജ്ഞാനനിക്ഷേപം എന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കത് വിഷ്വലായിട്ട് കാണിക്കാൻ പറ്റാത്ത നിരാശയുണ്ട്. അതിൽ മുകളിലത്തെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ജ്ഞാനനിക്ഷേപം എന്ന് വളച്ച് എഴുതിയിട്ടുണ്ട്. താഴെ അങ്ങനെയാണത് ട്രഷറി ഓഫ് നോളജ് എന്ന് തൊട്ട് താഴെയായിട്ട് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. നല്ല കാലിഗ്രാഫൊക്കെയാണ്, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് വരച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് അതിൻ്റെ ഡ്രോയിങ്സ് കൂടെ ഉൾപ്പെടുത്തിയിരുന്നത് കലാപരമായി പത്രപ്രവർത്തനം മാറുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. എത്ര സയൻറ്റിഫിക്കായിട്ടാണ് അവർ പത്രത്തെ സമീപിച്ചിരുന്നത് എന്ന് നോക്കുക. പിന്നെ ഒരു കാര്യം, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇലസ്ട്രേറ്റഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇലസ്ട്രേറ്റഡ് ന്യൂസ് പേപ്പർ എന്നത് ജ്ഞാനനിക്ഷേപം എന്ന ഈ ചെറിയ പ്രസിദ്ധീകരണമാണ്. ഈ പ്രസിദ്ധീകരണത്തിൽ സ്വദേശ പരദേശ വാർത്തകൾ, വിവിധ രാജ്യങ്ങളിലെ ജനജീവിതം, പക്ഷിമൃഗാദികൾ, സസ്യങ്ങൾ, ജലജീവികൾ, ഇപ്പോൾ ഈ ഓഷ്യനോഗ്രാഫിയൊക്കെ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്, കടലിലെ ജീവികളെക്കുറിച്ച് പോലും ആ പത്രം നമ്മളോട് പറയുന്നു, ജലജീവികളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സമൂഹത്തെ മൊത്തത്തിലാണ് കാണുന്നത്. ഈ പ്രകൃതിയെയും ഭൂമിയെയും സർവ്വജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ദർശനമാണ് യഥാർത്ഥത്തിൽ ഈ പത്രം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ അതുകൂടാതെ ഗവൺമെൻറ് റെഗുലേഷൻസ് ആദ്യമായിട്ട് അച്ചടിക്കുന്നത്, ഇന്ത്യയിൽ ആദ്യമായി ഗവൺമെൻറ് റെഗുലേഷൻസ് അച്ചടിക്കുന്ന പത്രം ജ്ഞാനനിക്ഷേപമാണ്. ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ സർക്കാർ റെഗുലേഷൻസ് അതിനകത്ത് അച്ചടിച്ചിരുന്നു. ചികിത്സയെക്കുറിച്ച്, ഗ്രഹശാസ്ത്രത്തെക്കുറിച്ച്, വീട്ടിൽ ജീവിക്കുന്നതിനും വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ശാസ്ത്രം, ഗ്രഹശാസ്ത്രം, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ആ പത്രം മുന്നോട്ട് വയ്ക്കും. ജ്ഞാനനിക്ഷേപം അക്ഷരാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെതായ ഒരു നിക്ഷേപം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആധുനിക പത്രമാധ്യമങ്ങളുടെ മുൻപേ നടന്ന പത്രമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനനിക്ഷേപം. മോഡേൺ ജേർണലിസത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ജ്ഞാനനിക്ഷേപം പ്രകടമാക്കുകയുണ്ടായി. അത് കഴിഞ്ഞാൽ റവറൻ ജോർജ് മാത്തനായിരുന്നു പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത്. ഇന്നുകൂടി ഇവിടെ ഞാൻ ഓർപ്പിക്കുന്നു.
ജ്ഞാനനിക്ഷേപത്തിൻ്റെ പ്രസാധകരിൽ പ്രധാനിയായിരുന്ന റവറൻഡ് ആർച്ച് ഡീക്കൻ കോശി പത്രത്തിൽ എഴുതിയ ഖണ്ഡശയ എഴുതിയ ഒരു നോവലുണ്ട്. അതാണ് പുല്ലേലി കുഞ്ചു എന്ന നോവൽ. മലയാളികൾ വായിക്കുന്ന ആദ്യത്തെ നോവൽ അതാണ്. സാധാരണ കോളേജിലൊക്കെ പോയാൽ നമ്മൾ ചോദിക്കും മലയാളത്തിൽ ആദ്യത്തെ നോവൽ ഉടനെ അവർ പറയും ഏതാണ് ഇന്ദുലേഖ പറയും. അപ്പോഴും ഇന്ദുലേഖ വളരെ പോപ്പുലർ അല്ലേ ഇന്ദുലേഖ. ബ്രാഹ്മണൻ്റെ കഥ പറഞ്ഞാൽ ഇന്ദുലേഖ പറയണമല്ലോ. അപ്പോൾ അത് ഇന്ദുലേഖ തന്നെയാണ് ആദ്യം പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ചോദിച്ചാൽ ഒരു പക്ഷേ അപ്പു നെടുങ്ങാരുടെ കുന്തലതയും കൂടെ പറഞ്ഞു വരാം. എന്നാൽ അതല്ല. അതിനു മുൻപ് പുല്ലേലി കുഞ്ചു എന്ന നോവൽ ഇതിനകത്ത് ദളിത് ജീവിതത്തെ പോലും അതിശക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അന്നത്തെ ക്രൂരമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു സോഷ്യൽ സറ്റയർ കൂടിയായിരുന്നു പുല്ലേലി കുഞ്ചു എന്ന കൃതി. ആ കൃതിയാണ് ജ്ഞാനനിക്ഷേപത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് ഖണ്ഡശയായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പക്ഷേ ഇത് 1882 ഇത് പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നത് എന്ന് മാത്രം. മലയാള ഭാഷയിലെ 4ാമത്തെ പത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് മാഗസിനാണ്. നമ്മൾ കോളേജ് മാഗസിൻ എന്ന് ഇപ്പം പറയുമ്പോൾ എന്താണ്, ഈ അടുത്ത സമയത്ത് ചില കോളേജ് മാഗസിൻ വലിയ വിവാദത്തിലേക്ക് വന്നു. വളരെ മോശപ്പെട്ട ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒന്നായി കോളേജ് മാഗസിനുകൾ അടുത്ത സമയത്ത് വലിയ വിവാദം ഉണ്ടായല്ലോ, നമ്മൾ വായിച്ചല്ലേ പത്രത്തിലൊക്കെ. പക്ഷേ അന്ന് കോളേജ് മാഗസിൻ എന്ന സങ്കല്പം തന്നെ വേറെ ഒന്നാണ്. അത് കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം വായിക്കാനല്ല, സമൂഹത്തിന് മുഴുവൻ വായിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് വിദ്യാസംഗ്രഹം എന്ന 4ാമത്തെ പത്രം വന്നത്. അത് CMS കോളേജിൽ നിന്നാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വിദ്യാസംഗ്രഹം എന്ന് പറയുമ്പോൾ കോട്ടയം കോളേജ് ക്വാർട്ടർലി മാഗസിൻ എന്നാണ് അതിന് പേര് കൊടുത്തിരുന്നത്. 1864 അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ പത്രത്തിലാണ് മലയാളികൾ ആദ്യം വായിച്ച നോവൽ പുറത്തു വരുന്നത്. മലയാളികൾ ആദ്യമായി വായിക്കുന്ന നോവൽ മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണെന്ന് ആലോചിക്കണം. പുല്ലേലി കുഞ്ചു വരുന്നതിന് മുൻപ് തന്നെ വിദ്യാസംഗ്രഹത്തിനകത്ത് നോവൽ വന്നിരുന്നത് സ്ലെയർ സ്ലെയിൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. മിസ്സിസ് കോളിൻസ് ആണ് ആ നോവൽ എഴുതിയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ മിസ്സിസ് കോളിൻസ് മരിച്ചതിന് ശേഷം പൂർത്തിയാകുന്ന മുമ്പ് അവിടെ മരിച്ചുപോയി. പക്ഷേ ഭർത്താവായ മിസ്റ്റർ കോളിൻസ് ആ നോവൽ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, എന്തൊരു ദാമ്പത്യമായിരുന്നു അവരുടേത്. ആലോചിച്ച് നോക്കുക. ഭാര്യ എഴുതിയ നോവൽ പൂർത്തിയാകാതെ മരിച്ചു പോകുമ്പോൾ ഭർത്താവ് അത് ആ നോവൽ മുഴുവൻ കൺസീവ് ചെയ്തിട്ട് ആ നോവലിന് ഒരിക്കലും ഉടവ് തട്ടാതെ അത് പൂർത്തിയാക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചാൽ ഒരിക്കലും എവിടെയാണിത് ചേർത്ത് വെച്ചത്, എവിടെയാണിത് മുറിഞ്ഞു പോയത് നമുക്ക് മനസ്സിലാവുകയില്ല. ആ തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഇവർ തമ്മിലുള്ള ഒരു മാനസികമായ പൊരുത്തം എത്ര അഗാധമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഒരിക്കലും നമുക്ക് വർത്തമാനകാലത്ത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ എഴുത്തുവഴികളിൽ ചിന്താപരമായി ഇത്രമാത്രം ഒരേ ലെവലിൽ ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ തെളിവായി ദി സ്ലെയർ സ്ലെയിൻ എന്ന നോവൽ നിൽക്കുകയാണ്. അതാണ് പിൽക്കാലത്ത് പരിഭാഷപ്പെടുത്തിയിട്ട് ഘാതകപഥം എന്ന പേരിൽ നമുക്ക് പിന്നീട് ലഭ്യമായിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ മലയാളികൾ വായിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് വിദ്യാസംഗ്രഹത്തിലാണ്. മലയാളികൾ ആദ്യം വായിക്കുന്ന മലയാളം നോവൽ നേരത്തെ പറഞ്ഞ പോലെ പുല്ലേലി കുഞ്ചുവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന, കോളേജിൽ പഠിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തിരുത്തേണ്ടതാണ്. നിർബന്ധമായി തിരുത്തണം. PSCക്ക് മാർക്ക് പോലും മേടിക്കുന്ന ഇപ്പോൾ ഇന്ദുലേഖയും കുന്തലതയും എഴുതിയാണ് കുട്ടികൾ മാർക്ക് മേടിക്കുന്നത്. അത് രണ്ടും തെറ്റാണ്. രണ്ടുമല്ല ശരി. ശരികൾ ഒളിഞ്ഞു കിടക്കുന്നു. ഇത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം. മലയാളി സാഹിത്യകാരന്മാർ പോലും ഇപ്പോഴും ഇത് സമ്മതിച്ചു തരുന്നില്ല എന്നതാണ് സങ്കടം വരുന്നൊരു കാര്യം. പക്ഷേ സത്യം ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഇനി ഈ അതിലെ കേരള ഇൻ ഓൾഡൻ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ലേഖന പരമ്പര ഉണ്ടായിരുന്നു. ഈ വിദ്യാസംഘത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ബൈലിംഗ്വലായിരുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു. ആലോചിച്ച് നോക്കി, ഇപ്പം തന്നെ നമുക്ക് ബൈലിംഗ്വൽ പബ്ലിക്കേഷൻസ് ഒക്കെ വളരെ പിന്നീടാണ് ഉണ്ടാകുന്നത്. അന്ന് തന്നെ 2 ഭാഷയിലും, ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഒരേ സമയത്ത് പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബൈലിംഗ്വൽ പബ്ലിക്കേഷനാണ് വിദ്യാസംഗ്രഹം. ഇനി ഞാൻ ഒരു സ്വകാര്യം പറഞ്ഞോളട്ടെ. സ്വകാര്യമല്ല, സത്യമായി പറയുന്നതാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 40 വർഷക്കാലവും മിഷണറിമാരല്ലാതെ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജ് വെർണാക്കുലർ ജേർണലിസത്തിൻ്റെ ചരിത്രം, ഭാരതീയ ഭാഷാ പത്രങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലെയും പത്രപ്രവർത്തന രംഗത്ത് ആദ്യത്തെ 4 പതിറ്റാണ്ട് കാലം മിഷണറിമാരാണ് സർവാധിപത്യം സ്ഥാപിച്ചിരുന്നത് എന്നതാണ് സത്യം. അപ്പം പത്രപ്രവർത്തനം പഠിക്കുന്ന ആളിന് ബൈബിൾ വായിക്കാതിരിക്കാനും ക്രൈസ്തവ ചരിത്രം പഠിക്കാതിരിക്കാനും പറ്റില്ല എന്നതാണ് സത്യം. അത് പഠിച്ചാൽ മാത്രമേ മിഷണറി, ഇപ്പം മലയാളത്തിലാണെങ്കിൽ മിഷണറി മലയാളം പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കാത്ത പത്രങ്ങളൊന്നും വായിക്കാൻ പറ്റുകയില്ല. തമിഴ്നാട്ടിലും ഏത് ഭാരതീയ ഭാഷകളിൽ പോയാലും അവിടെയെല്ലാം പ്രാദേശികമായി മിഷണറിമാർ നടത്തിയ കോൺട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കാതെ ഒരു കാരണവശാലും പത്രപ്രവർത്തന ചരിത്രം പഠിക്കാൻ പറ്റുകയില്ല എന്നതാണ് സത്യം. അപ്പോൾ ആ തരത്തിൽ അത് വല്ലാതെ ഈ രംഗത്ത് ഇവർ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് കാര്യം. ഇപ്പോൾ നോക്കുക, വേദകാര്യങ്ങളെക്കുറിച്ചൊരു സംവാദം. മലയാളത്തിൽ ആദ്യത്തെ ജീവചരിത്രം രാജശില്പി വിദ്യാസംഘത്തിലാണ് വരുന്നത്. നേരത്തെ സാറ് പറഞ്ഞല്ലോ അത്. അപ്പോൾ രാജശില്പി എന്നൊരു പരമ്പരയാണ്, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ജീവചരിത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദി ഫോഴ്സ് ഓഫ് ഹാബിറ്റ്, അത് കഴിഞ്ഞാൽ ദി ഫ്ലവർ ആൻഡ് ദി സ്ട്രീം, ഇംഗ്ലീഷ് കവിത. മലയാളികൾ ആദ്യം വായിക്കുന്ന ഇംഗ്ലീഷ് കവിത വിദ്യാസംഗ്രഹത്തിലാണ് വായിക്കുന്നത്. പിന്നീട് 51 സങ്കീർത്തനം, അതും ഒരു കവിതയാണ്. നാനാർത്ഥം, ആദ്യത്തെ ക്രിറ്റിസിസം, പുസ്തക വിചാരം,
സന്മാർഗോപദേശം എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്നിരിക്കുന്ന പുസ്തക വിചാരം, നാനാർത്ഥം എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു, പുസ്തക വിചാരം, അത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ചതുരംഗം, നേരത്തെ പറഞ്ഞ പോലെ ദി സ്ലൈർസൈൻ എന്ന ഇംഗ്ലീഷ് നോവൽ, ഇവയായിരുന്നു ഒന്നാം ലക്കത്തിലെ വിഭവങ്ങൾ. അപ്പോൾ ഇത് കൂടാതെ ഈ പത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഭാഷയുടെ കാര്യത്തിൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. മറ്റേ 2 പത്രങ്ങൾ 3 പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷ കുറേ കൂടി വളരെ ഗംഭീരമായി ഗദ്യഭാഷയെ വളർത്തുന്നതിൽ വലിയ പങ്ക് വിദ്യാസംഗ്രഹം എന്ന പത്രം വഹിക്കുകയുണ്ടായി. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഭാഷയെയും നമ്മുടെ സാഹിത്യത്തെയും എല്ലാം പോഷിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് ഈ 4ാമത്തെ പത്രം വിദ്യാസംഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. പത്രപ്രവർത്തനത്തിൻ്റെ ആ ഒരു ഡയമെൻഷൻസ് ഒക്കെ മാറുകയാണ്. ഇൻഫർമേഷൻ കൊടുക്കുക, വിവരങ്ങൾ കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് മാറിയിട്ട് ഭാഷയെയും സാഹിത്യത്തെയും വിജ്ഞാനത്തെയും ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും വിവിധ ശാസ്ത്രശാഖകളെയും പ്രോത്സാഹിപ്പിക്കുക, പോഷിപ്പിക്കുക എന്നത് പത്രത്തിൻ്റെ ധർമ്മമാണ് എന്ന ആധുനിക കാലഘട്ടത്തിലെ പത്രധർമ്മത്തിലേക്ക് നേരിട്ട് എത്തുകയായിരുന്നു 4ാമത്തെ പത്രം എന്ന് പറയുന്നത്. മുൻപ് പരാമർശിച്ച പ്രസിദ്ധീകരണങ്ങളെല്ലാം മന്ത്ലിയായിരുന്നു അവയെല്ലാം. അത് കഴിഞ്ഞപ്പോഴാണ് അവ 4 പ്രസിദ്ധീകരണം ക്രൈസ്തവർ വരുന്നു. അതിനുശേഷമാണ് ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന വെസ്റ്റേൺ സ്റ്റാർ പ്രസ്സിൽ നിന്നും വരുന്ന പത്രം വരുന്നത്. അതിനകത്ത് പ്രാദേശിക ഇവിടെയുള്ള ആളുകൾ, പോൾ മെൽവിൻ വോക്കർ, ബ്രിട്ടീഷുകാരനായ അദ്ദേഹം ഉണ്ടായിരുന്നു, പിന്നെ കുര്യൻ റൈറ്റർ ഉണ്ടായിരുന്നു, ദേവ്ജി ഭീംജി, ഇവരെ കൂടെ ചേർന്നിട്ടാണ് കൊളംബിയ പ്രസ് വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന പത്രം തുടങ്ങി. ആ പ്രസ്സിൽ നിന്നാണ് ഈ പിന്നെ പശ്ചിമതാരക എന്ന പത്രം ഉണ്ടാകുന്നത്. നമുക്കത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ 1967 കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്ന് അച്ചടിച്ച ഒരു ട്രാവൻകൂർ ഹെറാൾഡ് എന്നൊരു ഇംഗ്ലീഷ് പത്രം ഉണ്ടായിരുന്നു. അതിനനുബന്ധമായിട്ട് സന്നിഷ്ടവാദി എന്നൊരു പത്രം ഇറക്കിയത്. അതാണ് ആദ്യമായി നിരോധിക്കപ്പെടുന്ന പത്രം. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെടുന്ന പത്രം അതാണ്. നമ്മളിപ്പം പഠിക്കുന്ന ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്വദേശാഭിമാനി എന്ന പത്രമാണ് പറയുന്നത്. 1905 ആരംഭിക്കുകയും 1910 നിരോധിക്കുകയും ചെയ്ത സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം നിരോധിച്ച പത്രമാണ്. സത്യത്തിൽ അതല്ല, സന്നിഷ്ടവാദി എന്ന പത്രമാണ് ആദ്യമായിട്ട് നിരോധിക്കുന്ന പത്രം. സന്നിഷ്ടവാദി എന്ന് പറഞ്ഞാൽ 1967 കോട്ടയം CMS പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരണമാണ്. അത് നാഷണൽ ട്രാവൻകൂർ ഹെറാൾഡ് എന്നൊരു ഇംഗ്ലീഷ് പത്രവും ഒപ്പം സന്നിഷ്ടവാദി എന്നൊരു മലയാളം പത്രവും വന്നിരുന്നു. ആ പത്രമാണ് ആദ്യമായിട്ട് നിരോധിക്കുന്നത്. W.H. മൂർ ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. ബ്രിട്ടീഷുകാരനായ W.H. മൂർ ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ ഇതാണ് ആദ്യമായി നിരോധിക്കുന്ന പത്രം. അതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എത്രമാത്രം തെറ്റായ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് ആലോചിക്കുക. ഓരോ ആസ്പെക്ട്സും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്. പിന്നീട് വരുന്നതാണ് ഇറ്റാലിയൻ കാർമലിറ്റ് മിഷണറിമാർ കൊനമാവിൽ നിന്ന് തുടങ്ങി 1976 ആരംഭിച്ച സത്യനാഥ കാഹളം എന്ന പത്രമാണ് പിന്നെ വരുന്നത്. സത്യനാഥ കാഹളത്തിൻ്റെ എഡിറ്റർ റവറൻഡ് ഫാദർ കാൻഡ്യൂസ് ആയിരുന്നു. അതിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് അത് വരാപ്പുഴയിലേക്ക് മാറ്റി. പിന്നെ അതാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ഡെയിലി എന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നത്. സത്യനാഥം എന്ന പേരിലേക്ക് ഇപ്പോഴും ഒരു സൺഡേ സപ്ലിമെൻ്റ് സത്യനാഥം എന്ന പേരിലേക്ക് ചുരുക്കി ഇറങ്ങുന്നുണ്ട്. 1970 മുതൽ കേരള ടൈംസിൻ്റെ സൺഡേ സപ്ലിമെൻ്റായിട്ട് സത്യനാഥം എന്ന പേരിൽ തന്നെ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നേരത്തെ സത്യനാഥ കാഹളമായിരുന്നു. അതാണൊരു ഡെയിലി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. എല്ലാ ദിവസവും വീട്ടിലെത്തുന്ന ഒരു പത്രം എന്ന സങ്കല്പം അങ്ങനെയാണ്. കുനമാവിൽ നിറങ്ങുന്ന സത്യനാഥ കാഹളമാണ് അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പത്രം 1887 സുറിയാനി ക്രൈസ്തവ പുരോഹിതന്മാരുടെ നിയന്ത്രണത്തിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ നസ്രാണി ദീപികയാണ്. നസ്രാണി ദീപിക നമുക്കറിയാമല്ലോ, നസ്രാണി ജാതൈക്യ സഖ്യത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ഒഫീഷ്യൽ ഓർഗനാണ് നസ്രാണി ദീപിക എന്ന പത്രം. അത് ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ചാവറയച്ചനും ഒക്കെ തുടങ്ങിയതാണ്. മാണിക്കത്തനാർ, നിധിരിക്കൽ മാണിക്കത്തനാർ, ചാവറയച്ചൻ എന്നിവർ ചേർന്ന് ഇറക്കിയ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് നസ്രാണി ദീപിക എന്ന പത്രം. യഥാർത്ഥത്തിൽ നസ്രാണി ദീപിക പത്രം വലിയ സംഭാവനയാണ് നമുക്ക് നൽകിയത്. ഈ മലയാളി മെമ്മോറിയൽ, ഇപ്പം നമ്മൾ പറയുന്ന പല പത്രങ്ങളും പുറംതിരിഞ്ഞിരുന്ന നിരവധി മൂവ്മെൻറ്റ്സിനോടൊപ്പം നിന്ന പത്രമാണ് നസ്രാണി ദീപിക. നമ്മൾ നസ്രാണി ദീപിക കേരള ചരിത്രത്തിൽ പറയുമ്പോൾ നസ്രാണി ദീപികയെക്കുറിച്ച് പറയാറുണ്ടോ? പറയാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കുക, നസ്രാണി ദീപികയുടെ കോൺട്രിബ്യൂഷൻസ് നോക്കുക. 1999 മലയാളി മെമ്മോറിയലിന് അനുകൂലമായി എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് നസ്രാണി ദീപിക. എന്ന് പറയുന്ന മറ്റ് പല പത്രങ്ങളും എഴുതിയിരുന്നില്ല. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം, അതിനോടൊപ്പം നിന്ന പത്രമാണ് നസ്രാണി ദീപിക. 1939 തുടങ്ങിയ ഉത്തരവാദ പ്രക്ഷോഭ സമരം, അതിനൊപ്പം നിന്ന പത്രമാണ് നസ്രാണി ദീപിക. 1933 ആരംഭിച്ച നിവർത്തന പ്രക്ഷോഭം, അതിനുമൊപ്പം നിന്ന പത്രമാണ് നസ്രാണി ദീപിക. പക്ഷേ നസ്രാണി ദീപികയ്ക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള ഒരു ചിത്രം എന്തായിപ്പോൾ? ഒരിക്കലും പ്രോഗ്രസീവായിട്ടൊരു പത്രമായിട്ട് അതിനെ കരുതുന്നതേയില്ല. യഥാർത്ഥത്തിൽ നസ്രാണി ദീപിക എന്ന പത്രം ഈ പറഞ്ഞ മൂവ്മെൻറ്റ്സിനൊപ്പം എല്ലാം ഒപ്പം നിൽക്കുകയും അവയ്ക്ക് വേണ്ടി എല്ലാം എഡിറ്റോറിയൽ എഴുതുകയും ചെയ്ത പത്രമാണ് നസ്രാണി ദീപിക എന്ന പത്രം. ഐക്യ സത്യാഗ്രഹത്തിന് വേണ്ടി ശക്തമായി എഴുതുകയും അതിനുവേണ്ടി നിരവധി ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു പത്രമാണ് നസ്രാണി ദീപിക എന്ന പത്രം. ഇങ്ങനെ കേരളത്തിലെ ബഹുജന പ്രക്ഷോഭങ്ങളിലെല്ലാം
സാധാരണ ജനങ്ങളുടെ ഒപ്പം മുൻനിര നിന്ന വളരെ പ്രോഗ്രസീവായിട്ടൊരു പത്രമാണ് നസ്രാണി ദീപിക എന്ന പത്രം. പക്ഷേ അതിനെ നമ്മളങ്ങനെ കാണുന്നില്ല എന്നാണ് സത്യം. ഇനി ഇവയ്ക്ക് ശേഷം വന്ന കുറേയേറെ പത്രങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ആ പേരൊന്ന് പറഞ്ഞു പോയിരിക്കുന്നത് അനുചിതമാണെന്നോട് ഞാൻ പറയാം. കർമ്മല കുസുമം, അന്തോഖ്യൻ സിറിയൻ സന്ദേശം, സത്യദൂതൻ, ചെറുപുഷ്പം, ആത്മോപകാരി, ഓശാന, തിരുഹൃദയദൂതൻ, ദൈവരാജ്യം, ദൈവസഭ, ഇങ്ങനെ കുറേയേറെ പത്രങ്ങൾ പിൽക്കാലത്ത് സഭയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായി അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പലരും പഠിക്കുന്നില്ല എന്നാണ് സത്യം. കേരളത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുവഹിച്ച പത്രമാണ് ഓശാന എന്ന് പറയുന്ന പത്രം. പ്രോഗ്രസീവ് മൂവ്മെൻറ്റ്സിന് വലിയ പങ്ക് വഹിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ അത് കേരളത്തിലെ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകർക്ക് പോലും ആവേശമായി ആ പത്രത്തിൽ ചില ലേഖനങ്ങൾ വന്നിരുന്നു എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട പത്രങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെ വളരെ വിശാലമായി കിടക്കുകയാണ്, സമുദ്രം പോലെ വിശാലമായി കിടക്കുകയാണ്. ഒരിക്കലും നമുക്കത് കൃത്യമായി എടുത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ വളരെ വിശാലമായി കിടക്കുന്ന ഒന്നാണ് ഈ ക്രൈസ്തവ സുവിശേഷകർ നൽകിയ പത്രങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ മാത്രമല്ല, മലയാളത്തിൽ മാത്രമല്ല, തമിഴിലെടുത്താലും ഇങ്ങനെ തന്നെയാണ് സ്ഥിതി. ഇന്ത്യയിലെ എല്ലാ ഭാഷാ പത്രങ്ങൾ എടുക്കുമ്പോഴും അവിടെയെല്ലാം ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ് എന്നതാണ് സത്യം. എപ്പോഴും നമ്മൾ ഈ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ നേരെ നമ്മൾ പോയിട്ട് അത് ഒരാളിൻ്റെ കാൽപാദങ്ങളിൽ കൊണ്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബംഗാളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലിലങ്ങ് വെക്കുകയാണ്, വിധവാ വിവാഹം ഒക്കെ നടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അതിന് മുൻപേ എത്രയോ മിഷണറിമാർ അവരുടെ ജീവിതം കൊണ്ട് നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ചും ട്രാവൻകൂറിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞ അപ്പർ കോത്ത് റിവോൾട്ടിനെ കുറിച്ചുള്ള ഗംഭീരമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങൾ ക്രൈസ്തവ മിഷണറിമാർ അനുഭവിച്ച, ശാരീരികമായി പോലും അനുഭവിച്ച നിരവധി പീഡനങ്ങളുണ്ട്. ഇത് വർത്തമാനത്തിൽ മാത്രമല്ല, ശാരീരികമായി പോലും അനുഭവിച്ച നിരവധി പീഡനങ്ങളുണ്ട്. അങ്ങനെ എത്രയോ പേരുടെ രക്തം ചൊരിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ മിഷണറിമാർ ഒരിക്കലും തിരിച്ചാരെയും ആക്രമിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്, അവരുടെ സമർപ്പണം എന്ന് പറയുന്നത്, ആത്മബലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ചും പത്രപ്രവർത്തന ചരിത്രത്തിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രപ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ സാങ്കേതികമായ ഒരു വിഷയമാണിത്. പത്രം കണ്ട് അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ കൂടി പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഒരു ഓറൽ പ്രസൻറ്റേഷൻ കൊണ്ട് അത് പത്രപ്രവർത്തനത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഇന്നത്തെ ആധുനിക പത്രപ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ പേജ് സെറ്റിങ്, പേജ് അലൈൻമെൻറ്റ്സ്, മാസ്റ്റ് ഹെഡ് കൊടുക്കുന്നത്, എഡിറ്റോറിയൽ എഴുതുന്നത്, എഡിറ്റോറിയലിനകത്തൊരു മോട്ടോ ഇടുന്നത്, ഈ മോട്ടോയൊക്കെ ആദ്യം കൊണ്ടുവരുന്നത് മിഷണറിമാരാണ് ആദ്യം കൊണ്ടുവരുന്നത്. സത്യമേവ ജയതയൊക്കെ ഇപ്പോഴത്തെ ചില പത്രങ്ങൾ കൊടുക്കുന്നത്, പക്ഷേ അതൊക്കെ കൊണ്ടുവന്നത് മിഷണറിമാരാണ് ഈ മോട്ടോ കൊണ്ടുവരുന്നത്. ഇത്തരം സംഭവങ്ങളെല്ലാം പത്രത്തിൻ്റെ ലേ ഔട്ടും പത്രത്തിൻ്റെ സൗന്ദര്യവും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഇലസ്ട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ ഇതെല്ലാം കൊണ്ടുവന്നത് മിഷണറിമാരാണ്. നമുക്ക് ആലോചിച്ച് നോക്കുക, ഈ ദൈവനാമം മാത്രം പറഞ്ഞ് വളരെ സാത്വികമായി ജീവിക്കുന്ന ആളുകൾ എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കലാപരമായ കാര്യങ്ങളൊക്കെ ആ മനസ്സിൽ നിന്ന് വരികയാണ്. അപ്പോൾ അങ്ങനെ വളരെ ഉന്നതമായ നിലവാരത്തിൽ സൗന്ദര്യത്തിൻ്റെതായ അങ്ങേയറ്റത്തെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ നമുക്ക് കാലിഗ്രാഫമാണ് പറയുക. അപ്പോൾ കയ്യക്ഷരം കൊണ്ട് ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? കയ്യക്ഷരം കൊണ്ട് മനോഹരമായി ആർട്ടിസ്റ്റിക്കായിട്ട് വരിക, നമുക്കറിയാം ഇയാൾക്കൊരു കലാബോധമുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഈ മിഷണറിമാർ എഴുതിയിരിക്കുന്ന അവരുടെ കയ്യക്ഷരങ്ങൾ, അവരെഴുതിയിരിക്കുന്ന ചില ഡയറീസ്, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവരെന്തൊക്കെയാണ് വായിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സറാംപൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ ഡോക്യുമെൻറ്റ്സ് പലതും കാണാൻ കഴിയും. അതിലൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങളാണ്. അവർക്ക് അവരുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത എത്രയോ കാര്യങ്ങൾ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും എഴുതുകയും രേഖപ്പെടുത്തുകയും ഡയറിയിലൊക്കെ കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തെ സമഗ്രമായി ദർശിക്കുക, ഇതാണ് പ്രധാന കാര്യം. ജീവിതത്തെ സമഗ്രമായി ദർശിക്കുക, മതത്തിനപ്പുറത്തേക്ക് ജീവിതത്തെ കൊണ്ടുപോവുക. ഇതൊരു വലിയ പ്രധാന ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഒരിക്കലും മിഷണറിമാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ ക്രൈസ്തവരുടെ ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ക്രൈസ്തവർക്ക് കുറച്ച് സേഫായിട്ടുള്ളൊരു ഇടമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണം, പ്രത്യേകിച്ചും പോർച്ചുഗീസുകാരുടെ ഭരണം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലെല്ലാം ക്രൈസ്തവർ വളരെ സേഫർ സോണിലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി വളരെയൊന്നും ത്യാഗം സഹിക്കേണ്ടി വന്നില്ല. പക്ഷേ ക്രൈസ്തവരല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ മിഷണറിമാർ പോരാട്ടങ്ങൾ മുഴുവൻ നടത്തിയത് എന്ന കാര്യം നമ്മൾ ഓർക്കുക. ക്രൈസ്തവർക്ക് വഴി നടക്കാൻ പ്രശ്നമില്ല, വസ്ത്രം ധരിക്കാൻ പ്രശ്നമില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാതുള്ളവർക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിന്നിരുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ ത്യാഗം മുഴുവൻ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു സമർപ്പണമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. സമർപ്പിത ചേതസ്സുകളായിരുന്നു മിഷണറിമാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി അല്ലാതെ ചെയ്യുമ്പോഴാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സ്വന്തം പേരിൽ, സാറ് പറഞ്ഞ പോലെ ഈ ഒരു നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ സ്വന്തം പേരിലല്ല അറിയപ്പെടുന്നത്. അവർക്കത് പ്രധാനപ്പെട്ട ഒരു വിഷയമേ ആയിരുന്നില്ല. അവരുടെ പേര് അച്ചടിക്കുക എന്നതായിരുന്നില്ല അവരുടെ പ്രശ്നം. ഈ പത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്രങ്ങൾക്കകത്ത് നിഷ്പക്ഷമായി വിവരങ്ങൾ കൊടുക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് തന്നെ ഒന്നാമത്തെ പത്രത്തിനകത്ത് കാപ്രിയുടെ ജീവിതത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ കാപ്രി എന്ന് പറയുന്നത് കറുത്തവനെക്കുറിച്ച് പറയുന്നതാണ്. കാപ്പിരി നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ആദ്യത്തെ പ്രയോഗമാണ്. അവിടെ ഒരു കറുത്തവൻ
അപ്പാർത്തൈഡിൻ്റെ ഫലമായിട്ട് വർണ്ണവിവേചനത്തിൻ്റെ ഫലമായിട്ട് അയാൾ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി അയാൾ അവസാനം ചെയ്തു. അവസാനം അയാൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചതിനൊക്കെ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായി അവിടെ നടക്കുന്ന ഈ നീചമായ വർഗ്ഗവിവേചനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ശരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള വർണ്ണവിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഈ അവിടുന്ന് നമുക്ക് പേരറിയാത്ത ഒരാൾ അവിടെ നയിച്ചിരിക്കുന്ന കത്താണിത്. ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മിഷണറി എഴുതിയ ഒരു കത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ പത്രത്തിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടുത്തെ ഓരോ പ്രദേശത്തുള്ള ലെറ്റേഴ്സ് പത്രത്തിന് സാധനം കൊടുക്കാറുണ്ടല്ലോ, റിപ്പോർട്ടേഴ്സ് കൊടുക്കുമല്ലോ, പല സ്ഥലങ്ങളിലും റിപ്പോർട്ട്. ഇപ്പോൾ ഡൽഹി റിപ്പോർട്ട്, പല ബ്യൂറോയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്, അതേ സങ്കല്പം നമ്മൾ മോഡേൺ സങ്കല്പത്തിലെ ബ്യൂറോയിൽ നിന്നുള്ള റിപ്പോർട്ട് അയക്കുന്നു. അതേ സങ്കല്പം അക്കാലത്ത് മിഷണറിമാർ അതാത് സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് അയച്ചിരുന്നു, അതിനെ ക്രോഡീകരിച്ച് പത്രത്തിൽ കൊടുത്തിരുന്നു. അപ്പോൾ പുതിയ ബ്യൂറോ സിസ്റ്റം, പുതിയ വാർത്ത ശേഖരിക്കുന്ന സമ്പ്രദായം, ഇതൊക്കെ എത്ര സയൻറ്റിഫിക്കായിട്ട് അന്നത്തെ മിഷണറിമാർ നടപ്പിലാക്കിയിരുന്നു എന്ന് നമുക്ക് ആദ്യകാല പത്രങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും. രാജ്യസമാചാരത്തിൻ്റെ ഭാഷ, പശ്ചിമോദയത്തിൻ്റെ ഭാഷ, ജ്ഞാനനിക്ഷേപത്തിലെ ഭാഷ, വിദ്യാസംഗ്രഹത്തിലെ ഭാഷ, ഈ ഭാഷ പത്രഭാഷയെക്കുറിച്ചുള്ള ഇവല്യൂഷൻ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. അത് സെപ്പറേറ്റായിട്ടൊരു വിങ്ങാണ്, സെപ്പറേറ്റൊരു ഏരിയയാണ്, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ മലയാള ഭാഷ വളർന്ന് വികസിച്ചതിൻ്റെ സമാന്തരമായിട്ടാണ് ഈ പത്രഭാഷയും വളർന്ന് വികസിക്കുന്നത്. പത്രത്തിനുണ്ടാകുന്ന ഭാഷ, ഇപ്പോഴത്തെ പുതിയ പത്രത്തിനകത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അടിപൊളി എന്ന വാക്ക് കാണും. പുതിയ പത്രത്തിൽ റിപ്പോർട്ടിനകത്ത് കാണും അടിപൊളി വാക്ക്. ഒരു 10 വർഷത്തിന് മുമ്പുള്ള പത്രത്തിൽ ഒരൊറ്റ പത്രത്തിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർ എഴുതുമ്പോൾ അവർ വ്യാപരിക്കുന്ന മേഖലയിലെ ഭാഷയെ അവർ പത്രത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും ഭാഷ എന്താണ് എന്ന് അതാത് കാലത്തിലെ പത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. ആ കാലത്ത് വ്യാപരിക്കുന്ന ഭാഷയെയാണ് പത്രങ്ങൾ നിശ്ചയമായിട്ടും റിപ്പോർട്ടർമാർ ആ പത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ അർത്ഥത്തിൽ രാജ്യസമാചാരം, പശ്ചിമോദയം തുടങ്ങിയ പത്രങ്ങൾ ഭാഷ, അന്ന് നിലനിന്ന ഭാഷയ്ക്കപ്പുറം ഭാഷയെ നവീകരിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി നടത്തിയ ശ്രമങ്ങൾ നമ്മൾ ഈ പത്രങ്ങളിലൂടെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ചരിത്രം മാത്രം. അതിൻ്റെ ഭാഷാപരമായ സംഭാവനകളെക്കുറിച്ച് പ്രത്യേകം പഠിക്കണം. ഈ പത്രങ്ങൾ നൽകിയ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായുള്ള വളർച്ചയെക്കുറിച്ചുള്ള പഠനം പ്രത്യേകം നടത്തണം. ഈ പത്രങ്ങൾ നടത്തിയ സാമൂഹിക രംഗത്ത് നടത്തിയ മാറ്റങ്ങളെക്കുറിച്ചും സാമൂഹിക രംഗത്ത് നടത്തിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം പ്രത്യേകം നടത്തണം. ഈ പത്രങ്ങൾ അതിൻ്റെ സൗന്ദര്യപരമായി ലേഔട്ട്, പ്രിൻറ്റിങ്, പേജ് സെറ്റിങ്, വാർത്തകൾ പ്ലേസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത, വാർത്തകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനം പ്രത്യേകമായി നടത്തണം. ഇതിൻ്റെയൊക്കെ ടൈറ്റിലൊക്കെ നോക്കി നമുക്ക് അതിശയം വരും. ഇപ്പോൾ നമ്മളറിയാമല്ലോ, പത്രത്തിലാണ് സാധാരണ ഒരു പത്രത്തിൽ എന്താ നടക്കുന്നത്, ലോക്കൽ ബ്യൂറോയിൽ നിന്ന് വരുന്ന ന്യൂസ്, ആ ന്യൂസ് ജില്ലാ ബ്യൂറോയിലെത്തും. ജില്ലയിൽ നിന്ന് അത് കുറച്ചുകൂടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അത് സെൻട്രൽ ഡെസ്കിലേക്ക് വരും. സെൻട്രൽ ഡെസ്കിൽ വരുമ്പോൾ ന്യൂസ് എഡിറ്റർ ജോലി എന്താണ്, ഈ വാർത്തകൾ മുഴുവൻ ഇരിക്കുകയാണ്, ഇതിൽ പ്രയോറിറ്റി അയാൾ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ഏതിന് വേണം ഒന്നാം പ്രാധാന്യം കൊടുക്കാൻ, മാസ്റ്റർ ഹെഡിലേക്ക് ഏത് വാർത്തയാണ് കൊണ്ടുപോകേണ്ടത്, പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിലാണ് പ്രധാന കാര്യം. അപ്പോൾ ഈ ന്യൂസ് എഡിറ്റർ ഇരുന്നിട്ട് നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈ വാർത്തകളെന്നും, ആയിരക്കണക്കിന് വാർത്തകളില്ല, അതിൽ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്ന ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തയെ അയാൾ പ്രധാനപ്പെട്ട ന്യൂസായിട്ട് പ്ലേസ് ചെയ്യുന്നു. അതാണ് ന്യൂസ്. അതാണ് നല്ല ന്യൂസ് എഡിറ്ററാണെങ്കിൽ നല്ല പത്രം ഉണ്ടാകുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അക്കാലത്ത് ഒരൊറ്റയാളാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ഈ പലയിടത്തുനിന്ന് വാർത്തകൾ കൊണ്ടുവരുന്ന എല്ലാം കൂടെ നോക്കിയിട്ട് ചെയ്യുന്നു. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ആധുനിക പത്രപ്രവർത്തകർക്ക് ഞങ്ങളൊക്കെ പഠിക്കുകയും പത്രപ്രവർത്തനം പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മോഡേൺ ജേർണലിസത്തിൻ്റെ സമ്പ്രദായങ്ങളെല്ലാം ഈ 150 വർഷത്തിന് മുൻപ് നമ്മുടെ മിഷണറിമാർ കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. ആ പത്രം മുഴുവൻ, ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ പത്രത്തിലെ മുഴുവൻ ലേഖനങ്ങളും എടുത്തൊന്ന് മാറ്റി പ്രത്യേകമായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കി, ഇതിനകത്ത് നെറ്റ് ഏതായിരിക്കും എൻ്റെ പ്രയോറിറ്റി നോക്കി വരുമ്പോൾ കൃത്യമായി ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി തന്നെ ഇതാ അന്നത്തെ ഹെർമൻ ഗുണ്ടനെ പോലെ ഒരു മിഷണറിയും പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം മിഷണറി മാത്രമല്ല, അദ്ദേഹം ഒന്നാന്തരം ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. കാരണം വായനക്കാരൻ്റെ മുന്നിലേക്ക് ഏത് പത്രത്തിനാണ്, ഏത് വാർത്തയ്ക്കാണ് ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്താ പറയുന്നത്, നമ്മൾ കഥകളിയിലൊക്കെ പറയാറുണ്ടല്ലോ, പരകായ പ്രവേശനം നടത്തും, വേറൊരു കഥാപാത്രമായി നമ്മൾ മാറിയിട്ട് ഒരു പെർഫോമൻസ് നടത്തുമല്ലോ. അപ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായർ വന്നിട്ട് രാവണനായി മാറുമ്പോൾ അദ്ദേഹം പതുക്കെ രാവണനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കൃഷ്ണൻ നായർ നഷ്ടപ്പെടുന്നു. കലാമണ്ഡലം കൃഷ്ണൻ നായർ വിസ്മൃതിയിലാവുകയും സാക്ഷാൽ രാവണൻ, അഴികെ രാവണൻ അരങ്ങിൽ വാഴുകയും ചെയ്യുകയാണ് എന്ന് പറയുന്ന പോലെ ഈ ഹെർമൻ ഗുണ്ടട്ട് എന്ന മിഷണറി, ക്രൈസ്തവ മിഷണറി, അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാനും പഠിപ്പിക്കാനും വന്ന ഒരാൾ ക്രമേണ അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം നേരിട്ട് പത്രാധിപരായി മാറുകയും പത്രങ്ങളുടെ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ അവിടെ മിഷണറി ഇല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ സ്വത്വമില്ല, അവിടെ ആകെയുള്ളതെന്നാണ് നിഷ്പക്ഷമതിയായ ഒരു പത്രപ്രവർത്തകൻ അവിടെ രൂപപ്പെട്ടു വരികയും അദ്ദേഹം കൃത്യമായി ഇതിൽ നിന്നും ഏറ്റവും ശരിയായ വാർത്തയെ ഒന്നാം വാർത്തയാക്കി മാറ്റുകയും ചെയ്യുന്നു. അവിടെ ഒരു പ്രത്യേക പരിഗണനകളുമില്ല, ഒരു പക്ഷപാതം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. അദ്ദേഹം ജനപക്ഷമാണ് അപ്പോൾ നിൽക്കുന്നത്. പത്രാധിപർ എന്ന തരത്തിൽ പത്രാധിപരുടെ പക്ഷം ഏതാണ്? ജനപക്ഷമാണ്. എപ്പോഴും പത്രം പ്രതിപക്ഷമാണ്. പത്രത്തിൻ്റെ സ്വഭാവം പ്രതിപക്ഷത്ത് നിൽക്കുന്നതാണ് പത്രം. പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ് പത്രത്തിൻ്റെ. അധികാരത്തിനെതിരാണ് എപ്പോഴും ഏത് പത്രങ്ങളും. പത്രത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്, അധികാരത്തിനെതിരെ പോരാടുകയും അധികാരത്തിലെ കള്ളത്തരങ്ങളെ ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് പത്രത്തിൻ്റെ ധർമ്മമാണ്. ആ ധർമ്മം കൃത്യമായി ഈ മിഷണറി പത്രങ്ങളെല്ലാം പാലിച്ചിരുന്നു എന്നതാണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതൊന്നു മാത്രമല്ല, എല്ലാ പത്രങ്ങളും അത് പാലിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ഒരു പത്രത്തിൻ്റെ തന്നെ വിയന്നയിലെ കലാപം, അതാണ് ഒരു പത്രത്തിൻ്റെ ടൈറ്റിൽ. അതാണ് ക്രൈസ്തവ മിഷണറി ക്രിസ്തുമത പ്രചരണത്തിന് വേണ്ടി വിയന്നയിലെ കലാപം കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അതാണ്. ബൈബിളുമായി ബന്ധപ്പെട്ട സാധനം കൊടുത്താൽ പോരെ? മിഷണറി ജനങ്ങളെ ക്രൈസ്തവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രത്തിൻ്റെ പർപ്പസ് എങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ട ടൈറ്റിലല്ലേ കൊടുക്കേണ്ട? വാർത്ത ഉണ്ടല്ലോ അതിനകത്ത്. അത് കൊടുക്കാതെ വിയന്നയിലെ കലാപം എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ന്യൂസായി പത്രം മാറ്റുന്നു? ഇതൊക്കെ സാങ്കേതികമായി പഠിക്കേണ്ട കാര്യമാണ്. ഈ ഒരു സദസ്സ് അല്ലെങ്കിലും ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. വൈ ദിസ് ക്വസ്റ്റ്യൻ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈ ദിസ് ന്യൂസ് എന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ ഗൗരവമായി സാങ്കേതികമായി പഠിക്കേണ്ടതാണ്. അപ്പോൾ മിഷണറി പത്രങ്ങളെ, മിഷണറിമാരുടെ കാലഘട്ടത്തിലെ ആദ്യകാലത്തെ പത്രങ്ങളെ വെച്ചുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച്, പത്രപ്രവർത്തനത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ പ്രത്യേകമായി നടത്തേണ്ടതുണ്ട് എന്നാണ്. ഞാനിപ്പം പറഞ്ഞു വന്നപ്പോൾ അഞ്ച് ഏരിയ പ്രത്യേകം നിൽക്കുകയാണ്. ഇനി ഞാൻ പഠിച്ചതിന് അപ്പുറം 5 ഏരിയയിലേക്കുള്ള ഗവേഷണങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കൊച്ചുങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD ഗവേഷണത്തിന് നടത്താൻ പോസ്റ്റ് ഡോക്ടറിനൊക്കെ പറ്റുന്ന വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കൂടി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഈ രംഗത്തൊക്കെ പഠനം വേണം. ഗൗരവമായ പഠനങ്ങൾ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം വിസ്മൃതിയിലാണ്ട് പോകും, ഇതൊന്നും കാണാതെ പോകും. രാജ്യസമാഹാരം പശ്ചിമോദയം എന്ന പത്രം രണ്ടും ഞാൻ മുഴുവൻ ലക്കങ്ങളും തേടിപ്പിടിച്ച് പബ്ലിഷ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് വർത്തമാനം പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുമായിരുന്നില്ല. ഈ സദസ്സിനെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റുമായിരുന്നില്ല. ഒരിക്കലും സമൂഹം ഇത് അറിയാതെ പോകും. രാജ്യസമാഹാരം പശ്ചിമോദയം എന്നീ 2 പത്രങ്ങളുടെ സംഭാവനകൾ എന്തൊക്കെയെന്ന് പറയാതെ പോകും. ആരെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ എവിഡൻസോടുകൂടി, രേഖകളോടി അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അതിന് അംഗീകാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പത്രങ്ങളുടെ കോപ്പികൾ നമുക്ക് ലഭ്യമാകുമ്പോഴാണ് ആ പത്രങ്ങൾ വെച്ചിട്ട് നമുക്കിത് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ വിദ്യാസംഗ്രഹത്തിൻ്റെ കോപ്പികളും ഭാഗ്യത്തിന് ലഭ്യമാണ്. കോട്ടയം സാമുവൽ നെല്ലിമോൾ സാറൊക്കെ അതിനുവേണ്ടി വലിയ സംഭാവന നൽകണം. അദ്ദേഹം അവിടെ പിന്നെ അങ്ങനെ ഒരു പഠന കേന്ദ്രം തന്നെ അവിടെ അദ്ദേഹം ബെഞ്ചമിൻ ബെയ്ലി പഠന കേന്ദ്രം തന്നെ അവിടെ ഉണ്ട്. അദ്ദേഹം ഒക്കെ ധാരാളമായി ഞാൻ എൻ്റെ ഗവേഷണ കാലത്തൊക്കെ അവിടെ പോയി ആ പഠന കേന്ദ്രത്തിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എന്നെ മറന്നുപോയെങ്കിലും എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. അപ്പോൾ കോട്ടയം CMS കോളേജിൻ്റെ ഒക്കെ ആലോചിച്ച് നോക്കാം. അവർ പക്ഷേ അത് കൃത്യമായി ചെയ്യുന്നു. അവിടെ നിന്നിറങ്ങിയ പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും അവിടെ ശേഖരിക്കുന്നു. അവരത് പ്രിൻറ്റ് ചെയ്യുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. പഠിക്കാൻ ചെല്ലുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴും സാർ പറഞ്ഞാൽ ഇപ്പോഴും അത് നടക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സെമിനാറുകളിലും പഴയകാലത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എല്ലാവർക്കും വേണ്ടി തുറന്നു തരുന്നു. നമുക്കവിടെ പോയി താമസിച്ച് ഇത് മനസ്സിലാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം പരീക്ഷിക്കാൻ, പഠിക്കാൻ സൗകര്യം നമുക്കുണ്ടാകുന്നു. വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ബ്രിട്ടീഷുകാരെക്കുറിച്ച് നേരത്തെ ശശി തരൂർ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും വിയോജിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ, ബ്രിട്ടീഷുകാരുടെ ബുദ്ധിപരമായ സംഭാവന ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആധുനിക ഭാരതം ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് എൻ്റെ പക്ഷം. ഞാൻ തിരിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ മദ്രാസിൽ പോകുമ്പോൾ ഗവേഷണം നടത്തുന്ന സമയത്ത് ഞങ്ങൾ മദ്രാസിൽ പോകുമ്പോൾ മദ്രാസ് ആർക്കൈവ്സാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അതാണ് മദ്രാസ് ആർക്കൈവ്സിൽ പോകുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പീരീഡിൽ അവരുടെ ഡോക്യുമെൻറ്റ്സാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് മുഴുവൻ. അത് മുഴുവൻ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും അത്ഭുതം NNPR എന്നൊരു സാധനമുണ്ട്, നാഷണൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും പത്രങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് എതിരായിട്ടോ അനുകൂലമായിട്ടോ എഴുതിയിട്ടുള്ള വിവരങ്ങളുടെ എല്ലാം കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് രഹസ്യമായി അത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അന്ന്. അതിന് മുഴുവൻ ഡോക്യുമെൻറ്റ്സ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ ഡോക്യുമെൻറ്റ്സും സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ പത്രങ്ങളിലെല്ലാം അത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ എഡിറ്റോറിയൽ സാധനം മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് NNPR അവിടെ ഉണ്ട്. കുറേയേറെ വോളിയംസ്. ഞങ്ങളെപ്പോലുള്ള ഗവേഷകർക്ക് വലിയ അത്ഭുതമാണ്. നമുക്കെല്ലാം പട്ടിണ്ടാക്കുന്ന പിള്ളേർക്ക് അലുവ കിട്ടുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. കാരണം ഈ വിവരങ്ങൾ മുഴുവൻ കിട്ടുക, പഴയ കാലത്തെ മുഴുവൻ ഡോക്യുമെൻറ്റ്സ്. ഇതാര് ചെയ്തു? ഇത് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യയെ നശിപ്പിക്കാനുമാണെങ്കിൽ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ? ബ്രിട്ടീഷ് കാലത്തെ മുഴുവൻ ഡോക്യുമെൻറ്റ്സും അവർ സൂക്ഷിച്ചിട്ടുണ്ട്, മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അവർ. എന്തിനാണ് പറയുന്നത്? ട്രാവൻകൂർ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, തിരുവിതാംകൂർ ചരിത്രം പഠിക്കുന്ന ആളുകൾ പോലും ബ്രിട്ടീഷുകാരൻ സൂക്ഷിച്ച് വെച്ച രേഖകൾ നോക്കിയാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. അപ്പോൾ വിദേശികൾ വന്നിട്ട് ഇവിടെ മുഴുവൻ തകർത്തു പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന നന്മകളെല്ലാം രേഖപ്പെടുത്തി വെച്ചു എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നന്ദിയോടെ സ്മരിക്കുക തന്നെ വേണം. ഞാൻ ഇപ്പോൾ ഇതിന് ശേഷം ഉള്ളൊരു സെഷൻ അവിടെ നടക്കുന്നല്ലോ. അവിടെ ഇംഗ്ലീഷിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നു. എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു? നേരത്തെ സാറ് മുതലേ ഭാഷ, മലയാളത്തിൽ ഞാനിതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഭാഷ, ഇതൊക്കെ ആര് തന്നു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെ നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ, പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഈ വിദേശികളുടെ ഭരണത്തിലൂടെ നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടി എന്നും തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കാര്യം പറഞ്ഞ്, പോർച്ചുഗീസുകാർ വന്നുകൊണ്ടാണ് നമുക്ക് ഈ കപ്പ കിട്ടിയത് അല്ലേ? കപ്പ എന്ന സാധനമില്ലേ? പട്ടിണി കിടക്കുമ്പോൾ ലോക യുദ്ധം ഉണ്ടായപ്പോൾ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടന്നപ്പോൾ മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കപ്പ ഉള്ളതുകൊണ്ടാണ്. കപ്പ എവിടെ നിന്ന് വന്നതാ? അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് നന്ദിയോടെ പട്ടിണിയെ മാറ്റിയത്. ലോകപ്രസനായ കവി പറഞ്ഞു, വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന്. അന്നത്തെ കേരളം പറഞ്ഞത്, വിശക്കുന്ന മനുഷ്യ നീ കപ്പ കയ്യിലെടുത്തോളൂ, മരച്ചിന് നിന്ന് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. മരച്ചിനി ജീവിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ പലരും ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരും. നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ എത്ര പദങ്ങൾ മലയാളത്തിൻ്റെതായി സ്വന്തമായി ഉണ്ട്? ഇത് ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതിനകത്തൊരു ലേഖനമുണ്ട്, മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ലേഖനത്തിനകത്ത്. ആ ലേഖനത്തിൽ പറയുന്നുണ്ട് മലയാള ഭാഷയിൽ ഒറിജിനലായിട്ട് മലയാളത്തിൻ്റെതായ എത്ര വാക്കുകൾ നമുക്കുണ്ട്. നമ്മുടെ വാക്കുകൾ പലതും സ്വന്തമല്ല. പെഞ്ഞിൻ ഡെസ്ക് ഒന്നും നമ്മുടെ സ്വന്തമല്ല, ഇതെല്ലാം പുറത്തു നിന്നാണ്, പരകീയമാണ്.
മലയാള ഭാഷയിലെ ഒരു 80% പദങ്ങളും നമ്മളുടെ മാത്രമല്ല എന്ന കാര്യം ഓർക്കുമ്പോഴാണ് നമ്മൾ വിനയാന്വിതരാകേണ്ടത്. ഭാഷാപിതാവ് എന്ന് കുറച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ കാര്യം കൂടി നമ്മൾ സ്മരിക്കേണ്ടി വരുന്നത് അവിടെയാണ്. മലയാള പത്രങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുൻപേ നടന്നുപോയ ക്രൈസ്തവ മിഷണറിമാർ, മലയാളം ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത, മലയാളം ഇവിടെ വന്ന് പഠിച്ച ആളുകൾ, ഇവിടെ നിന്ന് മലയാളം പഠിച്ച ആളുകളെക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർ നമുക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത് എന്നൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ വളരെയേറെ വിനയത്തോടുകൂടി നമ്മൾ വിദേശ മിഷണറിമാരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നത്. ഞാനും അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി വിദേശ മിഷണറിമാരുടെ സംഭാവനകൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് എൻ്റെ ഗവേഷണ കാലത്ത് എനിക്ക് ഏറ്റവും അധികം സഹായവും തുണയുമായിരുന്ന ഒരു വലിയ സമൂഹത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും കാണുകയും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയും ഓരോരോ പത്രങ്ങളെക്കുറിച്ചും പ്രത്യേകമായി പഠിക്കുകയും പറയുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സുബ്രഹ്മണ്യത്തോടൊക്കെ പറയുകയുണ്ടായി, ചെറുപ്പക്കാരെ കണ്ടുപിടിക്കുകയും ഈ രംഗത്ത് കൂടുതൽ പഠിക്കാൻ ആളുകളെ കൊണ്ടുവരികയും പഠിപ്പിക്കുകയും വേണം എന്നാണ് എൻ്റെ പക്ഷം. മലയാള പത്രപ്രവർത്തനത്തെക്കുറിച്ചും ഇന്ത്യൻ പത്രപ്രവർത്തനത്തെക്കുറിച്ചും ഗൗരവമായി പഠിക്കുന്ന കുട്ടികൾ നിരവധി ഉണ്ടാകണം. കേരളത്തിലാണെങ്കിൽ ഇപ്പം പത്രപ്രവർത്തനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത 4-5 പേര് മാത്രമേ ഉള്ളൂ. ആരും ആ രംഗത്തേക്ക് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം കഷ്ടപ്പാടാണ്, രണ്ടാമത്തെ കാര്യം ഇത് പഠിച്ചിട്ടൊന്നും പ്രയോജനമില്ല എന്നൊക്കെയാണ്. പ്രയോജനമല്ല ജീവിതം എന്ന് നമ്മളെ തെളിയിച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ, സാമുൽ മറ്റിയർ, എത്ര മിഷണറിമാർ, ഇവരൊന്നും പ്രയോജനത്തിന് വേണ്ടിയല്ലല്ലോ ഇത് ചെയ്തത്. ഇവരുടെ പേര് പിൽക്കാലത്ത് ഒരുത്തൻ ഇവിടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ പറയും എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് അതൊക്കെ തുടങ്ങിയത്. ഇവരൊക്കെ തുടങ്ങിയത് അവരുടെ ഒരു സാക്രിഫൈസിൻ്റെ ഭാഗമായിട്ടാണ്, ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗവേഷണവും ആത്മസമർപ്പണമാണ്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് കണ്ടെത്തണം. പ്രത്യേകിച്ചും മിഷണറി കോൺട്രിബ്യൂഷനെ കുറിച്ച് ഗൗരവമായിട്ടൊരു ഇടപെടൽ ഉണ്ടാവണം. 20 വർഷം മുമ്പ് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ മിഷണറി ചരിത്രം എന്ന് പറയുന്നത്. 20 വർഷത്തിന് ശേഷമെങ്കിലും ഇവിടെ ഇങ്ങനെ എനിക്ക് പിന്നാലെ വരുന്ന തലമുറ ഇത് ഗൗരവമായിട്ട് ഏറ്റെടുക്കുകയും നടക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ ചടങ്ങുകൾക്ക്, ഈ സെമിനാറിൽ മുഴുവൻ ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം.